السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം നമ്മൾ 232 വരെയാണ് കവർ ചെയ്തത്. ഇന്ന് 233 ആയത്തിലേക്ക് പോവാം. കുറച്ച് വലിയൊരു ആയത്താണ്, അതുകൊണ്ട് ഇന്ന് അത് മാത്രം മതി ഇൻഷാ അല്ലാഹ്. സൂറത്ത് ബഖറ ആയത്ത് 233. വൽവാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ ലിമൻ അറാദ അൻ യുതിമ്മ الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أراد فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. മാതാക്കൾ അവരുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായ 2 കൊല്ലം മുല കൊടുക്കണം. ഇത് അതായത് ഈ മുലകുടിക്കാലം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതത്രേ. യാതൊരുവന് സന്താനം ജനിച്ചിരിക്കുന്നുവോ അവന്റെ മേലാണ് ആചാര മര്യാദ അനുസരിച്ച് അവരുടെ, അതായത് മുല കൊടുക്കുന്നവരുടെ ആഹാരവും വസ്ത്രങ്ങളും ബാധ്യതയായിട്ടുള്ളത്. ഒരു ദേഹത്തോടും അതിന്റെ കഴിവ് അനുസരിച്ചല്ലാതെ ശാസിക്കപ്പെടുകയില്ല. ഒരു മാതാവ് അവളുടെ സന്താന നിമിത്തമാകട്ടെ യാതൊരുവൻ, അതായത് അവന് സന്താനം ജനിച്ചുവോ അവൻ അവന്റെ സന്താന നിമിത്തമാകട്ടെ ദ്രോഹം ചെയ്യപ്പെട്ടുകൂടാ. ആയിട്ടുള്ളവന്റെ മേലും അതേപോലെ ഉണ്ട്, ബാധ്യതയുണ്ട്. ഇനി അവർ 2 ആളിൽ നിന്നുമുള്ള പരസ്പര തൃപ്തിയോടും കൂടിയാലോചനയോടും മുലകുടി പിരിക്കുവാൻ അവർ 2 ആളും ഉദ്ദേശിച്ചുവെങ്കിൽ അപ്പോൾ 2 ആളുടെ മേലും അതിൽ തെറ്റില്ല. നിങ്ങളുടെ സന്താനങ്ങൾക്ക് മറ്റൊരുവൾ മുഖേന മുല കുടിപ്പിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിച്ചുവെങ്കിൽ അപ്പോൾ അതിനും നിങ്ങളുടെ മേൽ തെറ്റില്ല. നിങ്ങൾ കൊടുക്കുന്നത് ആചാരമര്യാദ പ്രകാരം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവാൻ. വാക്കർത്ത് നോക്കാം. വൽ വാലിദാത്തു, വാലിദാത്ത് മാതാപിതാക്കൾ, വാവ് ലാം ദാൽ റൂട്ട്, യുർദിഅന അവർ മുല കൊടുക്കണം, റോ ദോത് ഐൻ, ഔലാദഹുന്ന അവരുടെ കുട്ടികൾക്ക്, വാവ് ലാം ദാൽ ഹുന്ന മാതാക്കളെ റെഫർ ചെയ്യുന്നത് കൊണ്ടാണ് സ്ത്രീകളുടെ പുല്ലിംഗം, സ്ത്രീകളുടെ ബഹുവചനം ആയിട്ടുള്ള ദമീർ മുത്തസിൽ. ഓക്കെ. ഹൗലൈനി ഹ വാവ് ലാം 2 കൊല്ലം, കാമിലൈനി പൂർണ്ണമായ കാഫ് മീം ലാം, ലിമൻ അറോദ ഉദ്ദേശിച്ചവർക്ക്, റാ വാവ് ദാൽ അറാദ. ഓക്കെ. ഐ യുതിമ്മ പൂർത്തിയാക്കാൻ, ത മീം മീം, അർറദാഅത മുലകുടി, മുമ്പേ വന്ന റൂട്ട് തന്നെയാണ്. അലൽ മൗലൂദി ലഹു കുട്ടി ആർക്കാണോ ജനിച്ചത് അവന് ബാധ്യതയുണ്ട്. മൗലൂദ് അഗൈൻ വാവ് ലാം ദാൽ, റിസ്ഖുഹുന്ന അവരുടെ, അതായത് മാതാക്കളുടെ ഭക്ഷണം, റോ സായി ഖാഫ്, ഇവിടെയും ഹുന്ന മാതാക്കളെ റെഫർ ചെയ്തിട്ടുള്ളതാണ്. വകിസ്വതുഹുന്ന അവരുടെ വസ്ത്രവും, കാഫ് സീൻ വാവ്, ബിൽ മഅറൂഫി മര്യാദ അനുസരിച്ച്. ലാ തുകല്ലഫു നിർബന്ധിക്കപ്പെടുകയില്ല, കാഫ് ലാം ഫാം, നഫ്സുൻ ഒരു ആളും, ഇല്ല അല്ലാതെ, ഉസ് അഹ ആ ആളുടെ കഴിവ്, വാവ് സീൻ ഐൻ. ലാ തുദോറ വിഷമിപ്പിക്കപ്പെടരുത്, ദോദ് റോ റോ, വാലിദത്തുൻ ഒരു മാതാവും, ബിവലദിഹ അവളുടെ കുട്ടി കാരണമായി, വല മൗലൂദുൻ ലഹു ഒരു പിതാവും അരുത്, ബിവലദിഹി അവന്റെ കുട്ടി കാരണമായി. ഇവിടെ എല്ലാം വാവ് ലാം ദാലാണ് റൂട്ട് കേട്ടോ. വാലിദത്തുൻ, വലദിഹ, മൗലൂദുൻ, ബിവലദിഹി എല്ലാത്തിലും. അലൽ വാരിസി അനന്തരാവകാശിക്കും ബാധ്യത, വാവ് റോ സ, മിസ്ലു പോലെയുള്ള, ദാലിക അത്, ഫഇൻ അറോദ ഇനി അവർ 2 ആളും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫിസോല പിരിക്കൽ, ഫ
സ്വാദ് ലാം. അൻതറോദിൻ പരസ്പര തൃപ്തിയോടെ, റോ ദോദ് വാ. മിൻഹുമ രണ്ടുപേരുടെയും, വതശാവുരിൻ പരസ്പര കൂടിയാലോചനയോടെയും, ഷീൻ വാവ് റോ. ഫല ജുനാഹ അപ്പോൾ കുറ്റമില്ല, അലൈഹിമ അവർ രണ്ടുപേർക്കും, വ ഇൻ അറത്തും ഇനി നിങ്ങൾ ഉദ്ദേശിച്ചാൽ, അൻതസ്തർദിഉ നിങ്ങൾ മുല കുടിപ്പിക്കാൻ, ഔലാദക്കും നിങ്ങളുടെ കുട്ടികൾക്ക്. തസ്തർദിഉ അഗൈൻ സെയിം റൂട്ട് തന്നെയാണ്, റോ ദോദ് ഐൻ. ഈ ഒരു റൂട്ടിൽ നിന്നുള്ള അതായത് മുലകുടിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പല ഫോമാറ്റിൽ ഈ ഒരു ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. ഫലാ ജുനാഹ അപ്പോൾ കുറ്റമില്ല, അലൈക്കും നിങ്ങൾക്ക്, ഇദാ സല്ലംതും നിങ്ങൾ ഏൽപ്പിച്ച് കൊടുത്താൽ. സീൻ ലാം മീം. മാ ആതൈതും നിങ്ങൾ കൊടുക്കുന്നത്, ബിൽ മഅറൂഫി മര്യാദ അനുസരിച്ച്, ആതൈതും ഹംസത യ. വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കൂ, അല്ലാഹ അല്ലാഹുവിനെ, വഅലമു നിങ്ങൾ അറിയുകയും ചെയ്യുക, അന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു എന്ന്, ബിമാ യാതൊന്നിനെ പറ്റി, തഅമലൂന നിങ്ങൾ ചെയ്യുന്ന, ബസീർ നന്നായി കണ്ടറിയുന്നവനാണ്. ബ സ്വാദ് റ. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഗ്രൂപ്പിലും പറയാൻ മറന്നു, ഇന്നലെ ക്ലാസ്സിലും പറയാൻ മറന്നു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യനും ആൻസർ ആദ്യം കൊടുത്ത് ആൻസർ പിന്നെ മാറ്റുണ്ടായി. അപ്പം അത് ചിലർക്ക് തെറ്റുള്ളത് ശരിയും ശരിയുള്ളത് തെറ്റും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ശരിയായി എഴുതിയാലും തെറ്റെഴുതിയാലും എല്ലാവർക്കും അതിനൊരു മാർക്ക് ഉണ്ടാവും കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഏതാന്നുള്ളത് നമ്പർ എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് കഴിയെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ രണ്ടുപേര് തമ്മിലുള്ള വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ. വിവാഹം ചെയ്യും സ്വാഭാവികമായിട്ടും അതൊരു കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുടുംബം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു ഘടകമാണ് കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ. കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് അതിന്റെ ഭക്ഷണം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്ത് ഇവിടെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച്, അതായത് മുലകുടി പാല് കൊടുക്കുന്ന കാര്യം, അതിന്റെ ബാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ആയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആരുടെ മേലാണ് ഈ ഒരു ബാധ്യതയുള്ളത്? ഉമ്മയുടെ മേലും ഉപ്പയുടെ മേലും അല്ലെ, രണ്ടുപേർക്കും ഉണ്ട്. കുട്ടിയുടെ മാതാവിന്റെ മേലും പിതാവിന്റെ മേലിലും ഉണ്ട്. ഇനി അത് വേറെ ആർക്കെങ്കിലും മുല കൊടുക്കാൻ പറ്റുമോ? ഇനി ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് ഓരോന്നിന്റെയും റൂളുകൾ, നമുക്കത് വിശദമായിട്ട് ഇവിടെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, വൽ വാലിദാതു അപ്പം മാതാക്കൾ, എല്ലാ മാതാക്കളും, യുർദിഅന അവർ മുല കുടിപ്പിക്കണം. ഓക്കെ, ആ ഒരു എന്താ പറയാ, മുല കൊടുക്കണം എന്നുള്ള ഒരർത്ഥം. ഓക്കെ, ഔലാദഹുന്ന അവരുടെ മക്കൾക്ക്, ഹൗലീനി കാമിലേനി എത്ര കാലാണ്? 2 പൂർണ്ണമായ വർഷം. അൽ വാലിദാത്ത്, വാലിദ എന്നുള്ള വാക്കിന്റെ ബഹുവചനാണ് വാലിദാത്ത് എന്ന് പറയുന്നത്. വാലിദ എന്ന് പറയുമ്പം അതിന്റെ അവസാനത്തിൽ ഒരു ത മർബൂത്ത ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ വലദ വാവ് ലാം ദാൽ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? ജന്മം നൽകുക, ജനിപ്പിക്കുക എന്നൊക്കെ. അപ്പം നമ്മൾ ലം യലിദ് വലം യൂലദ് അല്ലെ, അവിടെയൊക്കെ എന്താണ്? വാവ് ലാം ദാൽ സെയിം റൂട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ജന്മം നൽകുക എന്നുള്ളതാണ് അർത്ഥം. വാലിദ എന്ന് പറഞ്ഞാൽ ജന്മം നൽകുന്നവൾ, കാരണം അതിന്റെ വാലിദയുടെ അവസാനം ഒരു ത ഉണ്ട് അല്ലെ. അപ്പം ജന്മം നൽകുന്നവൾ അതാരാണ്? ഉമ്മയാണ്. അപ്പൊ അൽ വാലിദാത്ത് എന്ന് പറയുന്നത് വാലിദയുടെ ബഹുവചനാണ്. ഓക്കെ, വാലിദാത്ത്, മുസ്ലിമ, മുസ്ലിമാത്ത്, മുഅ്മിന, മുഅ്മിനാത്ത് എന്നൊക്കെ പറയുന്ന അതേ ഫോമാറ്റിലുള്ള ബഹുവചനാണ് വാലിദ, വാലിദാത്ത്. ഇവിടെ ഒരു അൽ ഉണ്ട് അല്ലെ. ഈ അൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഇന്ന ഉമ്മമാര് അല്ലെങ്കിൽ ഇന്ന മാതാക്കൾ എന്നാണോ എന്നല്ല അർത്ഥമാക്കുന്നത്. സാധാരണഗതിയിൽ അൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക സാധനത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അൽ പറയുക അല്ലെ. പക്ഷെ അല്ലിന് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. നമ്മൾ അൽഹംദു ലില്ലാഹി പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു എല്ലാ സ്തുതിയും. അതേപോലെ ഇവിടുത്തെ അൽ എന്ന് പറയുന്നത് എല്ലാ മാതാക്കളും, ഓക്കെ, എല്ലാ മാതാക്കളെയും റെഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ അൽ വാലിദാത്ത്. അപ്പം ജന്മം നൽകുന്ന എല്ലാ മാതാക്കളും, അവള് വിവാഹിതയായിരിക്കുന്നവളായിക്കോട്ടെ, വിധവയായിരിക്കുന്നവളായിക്കോട്ടെ, തൊലാക്ക് ചെയ്യപ്പെട്ടവളായിക്കോട്ടെ, ഈവൻ അവിവാഹിതയായിക്കോട്ടെ. എങ്ങനെയാ അവിവാഹിതയാവുന്നത്? അവിവാഹിതയായിട്ടുള്ളവള് മാതാവാവുന്നത് സിന അല്ലെ,
അഡൾട്ടറി നടത്തിയിട്ട് അല്ലെങ്കിൽ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയായിക്കോട്ടെ, അവൾക്കാണെങ്കിൽ പോലും എന്താണ്, കുട്ടിക്ക് മുല കൊടുക്കുക എന്ന് പറയുന്നത് അവളുടെ ബാധ്യതയിൽ പെട്ടതാണ്. അള്ളാഹു പറയുന്നത് അൽ വാലിദാത്ത്. അപ്പം അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക തരം ഉമ്മമാരെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റേറ്റസിലെ ഒന്നെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ടത് മാത്രം, അല്ലെങ്കിൽ വിധവയായത് മാത്രം, അല്ലെങ്കിൽ മാരേജിലായിരിക്കുന്ന, അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാ ഉമ്മമാരെയും എല്ലാ മാതാക്കളെയും റെഫർ ചെയ്തിട്ടാണ് ഇവിടെ അൽ വാലിദാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം ഓക്കെ എന്നാ പിന്നെ സ്ത്രീകൾ വേഗം പോയിട്ടില്ലേ അവിഹിതമാക്കി ഉണ്ടായിട്ട് കുട്ടി ഉണ്ടാക്കാം എന്നല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മയും എന്താണ്, ഈ കുട്ടിക്ക് മുല കൊടുക്കുക എന്നുള്ളത് അവളുടെയും ബാധ്യതയാണ്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ സംഭവിച്ചതായിട്ടുള്ള ഒരു റെഫറൻസ് ഉണ്ട്. സുന്നത്ത് തിർമിദി, നസായി, അബൂദാവൂദ് എല്ലാ ഹദീസുകളിലും വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുണ്ടായി, ഞാൻ ഇതുപോലെ സിന എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് കാരണം ഞാൻ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ശിക്ഷ തരൂ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ. കാരണം എനിക്ക് ഞാൻ തെറ്റ് പറ്റിപ്പോയില്ലേ, അപ്പം എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം, പ്രായശ്ചിത്തമുണ്ടെന്നുള്ള ഒരു രീതിയിൽ വന്ന് പറയണ്ടായി. കാരണം നമുക്കറിയാം സിന കണ്ടുപിടിച്ചപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് കൊല്ലലാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിന്റെ ആയത്തുകൾ വരുമ്പം അതിന്റെ പിന്നിലുള്ള ഹിക്മത്തും എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്നും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സ്വയം വന്നിട്ട് ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി, അതുകൊണ്ട് എനിക്ക് ശിക്ഷ തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ. കാരണം അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് അതല്ലേ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു ഒരാളുടെ തെറ്റിനെ മറച്ചു വെക്കുകയാണെങ്കിൽ അത് പോയി എക്സ്പോസ് ചെയ്യാതിരിക്കുന്നതാണ്. കാരണം സിന കണ്ടുപിടിക്കപ്പെട്ട കൊടുക്കുന്ന ശിക്ഷയാണ് ഈ കല്ലെറിഞ്ഞു കൊല്ലൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണ്ടാന്നുള്ള രീതിയിൽ തിരിഞ്ഞു കളയുമ്പോൾ ഈ സ്ത്രീ വീണ്ടും ഇല്ല, എനിക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്, എനിക്ക് ശിക്ഷ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ഇപ്പം കുട്ടി ഉണ്ടായിട്ട് വാ എന്ന് പറയും. ഓക്കെ, അപ്പം അവരിതേപോലെ കുട്ടി ഉണ്ടായിട്ട് കുട്ടിയും കൊണ്ടുവരും, എനിക്ക് ശിക്ഷ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം കാരണം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് മടങ്ങി പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ പറയണ്ടായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞു, പോയി കുട്ടിക്ക് പാല് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പാലുകുടി നിർത്തിയിട്ട് വാ. പക്ഷെ അവർ സമ്മതിക്കാതിരുന്നത് കൊണ്ട് സഹാബാക്കളിൽ ഒരാള് ഇവർക്ക് ഒരു വെറ്റ് നഴ്സിന്, അതായത് കുട്ടിക്ക് മുല കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ഏൽപ്പിക്കാൻ പൈസ കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അങ്ങനെ അവൾക്ക് ശിക്ഷ കൊടുക്കേണ്ടായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ശിക്ഷ കൊടുക്കുന്ന സമയത്ത് അവർ അത്രയും പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിന്റെ അവസാനം ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഈ ഒരു തൗബ, അവരുടെ ആ ഒരു തൗബ അത് മദീനയിലുള്ള 70 ആളുകളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ തൗബ മാത്രം മതി അവർക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് അവര് ഇതിനു വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ അവർക്ക് ഈ ശിക്ഷ നടപ്പാക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പ്രാകൃതമായിട്ടുള്ള ശിക്ഷയായിട്ടൊക്കെ തോന്നാം. പക്ഷെ ആ ഒരു സ്ത്രീ അത്രയും കഠിനമായ ഒരു ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ വന്ന് ചോദിച്ചു വാങ്ങി. അവരുടെ ആ ഒരു ആത്മാർത്ഥതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അല്ലെ ഇഖ്ലാസിനെ കുറിച്ച് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇവരുടെ തൗബ 70 പേർക്ക് ഇടയിൽ വിഭജിച്ചു കഴിഞ്ഞാൽ അത് മതിയാവും എല്ലാവർക്കും കൂടെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള തൗബകൾ, ഏത് കുഞ്ഞു തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും ചെയ്യാനുള്ള അത്രയും ആഴത്തിലുള്ള തൗബ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആ രീതിയിലുള്ള ഹൃദയം നമുക്ക് തരട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു സിനായിൽ ഉണ്ടായിട്ടുള്ള, അതായത് വ്യഭിചാരത്തിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് മുല കൊടുക്കുക എന്നുള്ളത് എന്താണ്, ആ കുട്ടിയുടെ അവകാശത്തിൽ പെട്ടതാണ് മുല കുടിക്കുക എന്നുള്ളത്, ഉമ്മയുടെ അവകാശത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ബാധ്യതയിൽ പെട്ടതാണ് കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വാലിദാത്തു, മാതാക്കൾ, എല്ലാ മാതാക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല കൊടുക്കുക, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. യുർദഅന എന്ന് പറയുന്നത് ഇവിടെ ഒരു കമാൻഡ് പോലെയാണ്. എല്ലാ മാതാക്കളുടെ അടുത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അവര് ആർക്ക് കൊടുക്കണം? ഔലാദ് ഹുന്ന. ഔലാദ് വലതിന്റെ പ്ലൂറലാണ്, വലത് കുട്ടി, ഔലാദ് കുട്ടികൾ. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. കാരണം ചില കൾച്ചേഴ്സിൽ എനിക്കൊന്നും നമ്മളെ നാട്ടിൽ തന്നെയും ഉണ്ടെന്നല്ലേ, പെൺകുട്ടിക്ക് ഇത്ര സമയം, ആൺകുട്ടിക്ക് ഇത്ര സമയം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയില്ല. ഇവിടെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ആണിനും പെണ്ണിനും ഒരേപോലെ മാതാക്കൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. സോ യുർദഅന ഔലാദഹുന്ന. എത്ര കാലം? ഹൗലൈനി കാമിലൈൻ. ഹൗൽ എന്ന് പറഞ്ഞാൽ വർഷം, ഒരു വർഷം. ഹൗലൈൻ എന്ന് പറയുന്നത് അതിന്റെ ഡ്യുവൽ ഫോം ആണ്. ഓക്കെ, 2 വർഷം. അപ്പം 2 വർഷം എന്ന് പറയുമ്പോൾ ഏത് വർഷങ്ങളാണത്?
ചന്ദ്രമാസം അനുസരിച്ചുള്ള, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ചന്ദ്രനെ കുറിച്ച് സംസാരിച്ച സമയത്ത് നമ്മുടെ ദീനിലെ പല കാര്യങ്ങളെയും ദിവസങ്ങളും മാസങ്ങളും കണക്കാക്കുന്നത് ചന്ദ്രമാസം അനുസരിച്ചാണ്. അപ്പം കുട്ടി ഉണ്ടാവുമ്പം ഒരുപക്ഷെ നമ്മളൊന്നും ഇതിനത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ അത് ഏത് ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ, അതായത് ഹിജ്രി കലണ്ടർ പ്രകാരം ഏത് ദിവസമാണ് ജനിച്ചതെന്നും അതുവഴി അത് വെച്ചിട്ട് 2 വർഷം കാൽക്കുലേറ്റ് ചെയ്യലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമിലെയിൻ എന്ന് പറയുന്നത് ക്യാമിൽ എന്നതിന്റെ ഡ്യുവൽ ഫോം ആണ്. ഡ്യുവൽ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നല്ലോ അറബിയിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനമുണ്ട്. അപ്പോൾ ഈ ദ്വിവചനമാണ്, അത് രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് ഈ ഡ്യുവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്യാമിൽ, ക്യാമിലെയിൻ. അപ്പൊ ക്യാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്, പൂർണ്ണമായിട്ടുള്ളത്. അപ്പം 2 പൂർണ്ണമായിട്ടുള്ള വർഷം. അപ്പം ഒരു കുട്ടി, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആ കുട്ടീനെ കംപ്ലീറ്റ് ആയിട്ട്, അത് മാക്സിമം ആ കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 വർഷമാണ്, മെജോറിറ്റി പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. അതിനുള്ള തെളിവ് എന്താണ്? 2 വർഷമാണ് ആ ഒരു കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റുക. 2 വർഷം എന്ന് പറയുമ്പോൾ 2 ലൂണ ഇയേഴ്സ്, ചന്ദ്രമാസം, ഹിജ്രി കലണ്ടർ പ്രകാരമുള്ള 2 വർഷം. അതിനപ്പുറത്തേക്ക് അനുവദനീയമല്ല എന്നുള്ളതിനുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ ആയത്ത് തന്നെയാണ് അല്ലെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നുണ്ട്, ലിമൻ അറാദ, ആര് ഉദ്ദേശിച്ചുവോ. അറാദ, ഇറാദ എന്നുള്ള വാക്കിൽ നിന്നാണ് നിയത്ത് അല്ലെങ്കിൽ ഉദ്ദേശം. ഐ യുതിമ്മ റദാഅത, ഐ യുതിമ്മ റദാഅത, യുതിമ്മ പൂർത്തിയാക്കുക, ത മീം മീം പൂർത്തിയാക്കുക, റദാഅ മുലകുടി. അപ്പം ആര് ആ ഒരു മുലകുടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു കാലഘട്ടം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, പൂർണ്ണമാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുവോ. അപ്പം എത്ര കാലമാണ് അങ്ങനെ പൂർണ്ണമാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 2 വർഷമാണ്, മാക്സിമം 2 വർഷമാണ്. അപ്പൊ 3 വയസ്സ് വരെ പാല് കൂടി കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 2.5 കൊല്ലം വരെ? ഇല്ല, 2 കൊല്ലമാണ് മാക്സിമം അല്ലെ, അതിനപ്പുറത്തേക്ക് ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിമൻ അറാദ അൻ യുതിമ്മ റദാഅത. ഖുർആനിലും സുന്നത്തിലും ഒക്കെ വേറെയും തെളിവുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം കുട്ടികൾക്ക് 2 വർഷമാണ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. 2-ൽ കുറവ് കൊടുക്കാൻ പറ്റുമോ? അത് അലൗഡ് ആണ്. കാരണം ലിമൻ അറാദ അൻ യുതിമ്മ റദാഅത, ആര് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുവോ, ആര് ആ മുലകുടി കാലഘട്ടം കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുവോ അവർക്കാണ് 2 വർഷം എന്ന് പറയുന്നത്. അപ്പം അതിൽ കുറവുള്ളത് ഓക്കെയാണ് അല്ലെ. 1 വയസ്സിൽ നിർത്താവോ? നിർത്താം. 1.5 വയസ്സിൽ നിർത്താവോ? നിർത്താം. 18 മാസത്തിൽ നിർത്താവോ? നിർത്താം. ഓക്കെ. പക്ഷെ മോർ ദാൻ 2, അതായത് 2 കൊല്ലത്തിൽ മുകളിൽ പറ്റുമോ? മെജോറിറ്റി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലും 2 വർഷത്തിന്റെ മേലെ ചെയ്യല് അനുവദനീയമല്ല. ഈ കാര്യത്തിൽ മൈനോറിറ്റി അഭിപ്രായങ്ങൾ വേറെ ഉണ്ട് എങ്കിൽ പോലും മെജോറിറ്റി അഭിപ്രായം 2 വർഷമാണ് മാക്സിമം, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. ഓക്കെ. അതിനപ്പുറം പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ അതിര് കവിയലാണ്. പക്ഷെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൊണ്ട്, കാരണം ഞാനിപ്പോ പറഞ്ഞല്ലോ നമ്മൾക്ക് ചന്ദ്രമാസമാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇംഗ്ലീഷ് കാലണ്ടർ എടുത്തിട്ട് ചെയ്യുമ്പോൾ 2 വർഷത്തിന്റെ മേലെ ഉറപ്പായിട്ടും പോകും. കാരണം ഇംഗ്ലീഷ് കാലണ്ടറിൽ ചന്ദ്രമാസത്തിനേക്കാളും കൂടുതൽ ദിവസങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് കണക്കാക്കിയിട്ടൊക്കെ ആണെങ്കിൽ, അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കൊണ്ടുള്ള തെറ്റാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ് അല്ലെ, അല്ലാഹു ഗഫൂർ ആണെന്ന് ഓർക്കുക. കാരണം അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ മീൻസ് ഓർമ്മക്കുറവ് കൊണ്ടൊക്കെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നമ്മുടെ നിയ്യത്ത് കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരും. അതുകൊണ്ടാണ് നമ്മൾ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ അല്ലെ നമ്മുടെ ദുആയിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുന്നത്. റബ്ബേ, മറവി സംഭവിച്ചതിന്റെയും പിഴവ് പറ്റിയതിന്റെയും തെറ്റ് പറ്റിപ്പോയതിന്റെയും പേരിൽ നീ ഞങ്ങളെ പിടികൂടരുതേ. അപ്പം ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ, സൂറത്തുൽ ലുഖ്മാനിൽ 14-ാമത്തെ ആയത്തിൽ ഇതേപോലെ വരുന്നുണ്ട്. വഫിസാലുഹു ഫി ആമീൻ, അവന്റെ മുലകുടി നിർത്തൽ എപ്പോഴാണ്? 2 വർഷത്തിലാണ്. ഓക്കെ. അപ്പം എപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് മുലകുടി നിർത്തുന്നത്? 2 വർഷത്തിൽ. ഓക്കെ. അതിനുശേഷം പാടില്ല എന്ന് തന്നെയാണ് മെജോറിറ്റി പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മാത്രമല്ല അതിൽ സെൻസ് ഉണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ള സാധ്യത ഏകദേശം ആ ഒരു 2 കൊല്ലത്തിനുള്ളിലാണ്. സാധാരണ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ കുട്ടികൾ തമ്മിലുള്ള വയസ്സിന്റെ ഗ്യാപ്പ് നോക്കുമ്പോൾ ഏകദേശം 1 വയസ്സാണ് നമ്മൾ കാണുക അല്ലെ. ആ 1 വയസ്സെന്ന് പറയുന്നത് ഈ ആദ്യത്തെ കുട്ടിക്ക് 1 വയസ്സായതിനു ശേഷം പിന്നെ പ്രഗ്നന്റ് ആവുന്ന ടൈമും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഏകദേശം ആ ഒരു ഡിഫറൻസ് വരുന്നത്.
അപ്പോൾ എന്തായി 2 കൊല്ലം. അപ്പോൾ ഈ 2 കൊല്ലമാണ് മാക്സിമം സ്ത്രീക്കും അത്രയും എഫേർട്ട് എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്നത്. കാരണം അതിനിടയ്ക്ക് അവൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും പാല് കൊടുക്കുമ്പം അത് അവളുടെ ബോഡീനെ ബാധിക്കും, ഈ ജനിക്കാൻ പോണ കുട്ടീന്റെ ബോഡീനെ ബാധിക്കും, ഈ ഓൾറെഡി ഉള്ള കുട്ടിക്കും ബാധിക്കും അല്ലെ. അപ്പം 2 വർഷം എന്നുള്ളതാണ് കണക്ക്. മാത്രമല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഒന്നുണ്ട്. അതായത് ഒരു കുട്ടി ഉമ്മയുടെ പാല്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നത് അവന്റെ പല്ലുകള് ശരിക്കും പ്രത്യക്ഷമാകുന്നത് വരെയാണ്. ഓക്കെ, പല്ലുകൾ ശരിക്കും പ്രത്യക്ഷമാകുന്നു, അല്ലാതെ ഈ പല്ലിന്റെ ഒരു അടയാളം കാണുമ്പോഴേക്ക് നിർത്താന്നുള്ളതല്ല. പല്ലുകൾ ശരിക്കും അതായത് ഏകദേശം 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് കുട്ടികളുടെ പല്ല് കംപ്ലീറ്റ് പുറത്തേക്ക് വരുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഭക്ഷണം ശരിക്കും ചവയ്ക്കാൻ പറ്റും. അപ്പം നല്ല കറക്റ്റായിട്ട് പല്ലുകൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫുഡിനെ നല്ലപോലെ ചവച്ച് അരച്ച് കഴിക്കാൻ പറ്റും. അപ്പം ആ ഒരു അതുവരെയുള്ള സമയത്ത് അവർക്ക് ചിലപ്പം മുമ്പിൽ 2 കുഞ്ഞരി പല്ലുകളെ ഉണ്ടാവുള്ളൂ, ബാക്കിൽ പല്ല് ഉണ്ടാവില്ല, ശരിക്കും ചവയ്ക്കാൻ പറ്റൂല അങ്ങനെ. അപ്പം അവർക്ക് പല്ലുകൾ ശരിക്കും വന്നു കഴിഞ്ഞാൽ അവരുടെ വയറും ഡൈജസ്റ്റീവ് സിസ്റ്റവും ഒക്കെ അതിനനുസരിച്ച് സ്ട്രോങ് ആവും. അവർ ചവച്ചരച്ച ഭക്ഷണം അകത്തോട്ട് ചെന്ന് അതിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോൾ അവരെന്താണ് മറ്റുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടി തയ്യാറാവും. അപ്പൊ മറ്റുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടി അവരുടെ ബോഡി തയ്യാറാവുമ്പോൾ അവർക്ക് അത് കൊടുക്കണം. കാരണം അപ്പൊ അവർക്ക് അതാണ് ആവശ്യം. ആ സമയത്ത് അവർക്ക് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവന്റെ കുട്ടിയുടെ ബോഡീനെ ഇഫക്ട് ചെയ്യും, അതിന്റെ വളർച്ചയെ ഇഫക്ട് ചെയ്യും. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് കുട്ടി 2 വയസ്സ് വരെ മാത്രമേ കുട്ടിക്ക് പാല് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം കുട്ടിക്ക് ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ അതിന്റെ ശരീരത്തിലേക്ക് എത്തണം. മാത്രമല്ല അദ്ദേഹത്തിനോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയുടെ പല്ലിന്റെ വളർച്ച ഈ 2 വയസ്സ് വരെ നീട്ടിയതും അള്ളാഹുവിന്റെ കാരുണ്യത്തിലും ഹിക്മത്തിലും ഉള്ളതാണ്. കാരണം അവന് ഭക്ഷണം വേണ്ട സമയം വരെ അള്ളാഹ്ക്ക് നേരത്തെ പല്ല് കൊടുക്കായിരുന്നു അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ശരിക്കും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കേണ്ട സമയമാകുന്നത് വരെ അത് നീട്ടി. ആ സമയത്താണ് അവന്റെ അകത്ത് ദഹന പ്രക്രിയയും അവന്റെ വയറും ഒക്കെ സ്ട്രോങ് ആവുന്നത്. മാത്രമല്ല കുട്ടി ആദ്യമേ പല്ല് ശരിക്കും സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മന്റെ ഇത് ബ്രസ്റ്റും കടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതും വരും അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പെർഫെക്റ്റ് ഹിക്മത്താണ് ഇതെല്ലാം കൂടെ, അതിനൊരു പെർഫെക്റ്റ് ടൈമിങ്. എന്നിട്ട് അതിന്റെ കൂടെ അള്ളാഹു പറയാണ് നിങ്ങൾ 2 വർഷം വരെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം വെറുതെ അള്ളാഹു ഒന്നിനും ഒരു കണക്കും അല്ലെ, വെറുതെ ഒന്നിനും പറയൂല. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ കണക്ഷൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, കുട്ടിയുടെ വയറ്, ഡൈജഷൻ സിസ്റ്റം, പല്ല്, ആ കുട്ടിയുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ള സമയം, ഉമ്മക്ക് ഉണ്ടാകുന്ന ശാരീരികമായ പ്രയാസം, ഇതെല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സെറ്റ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2 വർഷം എന്ന് പറഞ്ഞ നിയമം തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ കുട്ടീനെ 2 വർഷത്തിന് മുമ്പേ പാലുകുടി നിർത്തുകയാണ് എന്തെങ്കിലും കാരണങ്ങളാൽ, ചിലപ്പം ഈ സ്ത്രീ വീണ്ടും പ്രഗ്നന്റ് ആയിട്ട് ഭയങ്കര ക്ഷീണം അല്ലെ, പ്രഗ്നന്റ് ആയാൽ പോലും 2 വർഷം കംപ്ലീറ്റ് ചെയ്യാം, പക്ഷെ ഭയങ്കര ക്ഷീണം, പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ നിർത്തണോ? യെസ്, നിർത്താം. എന്തെങ്കിലും ഇതുപോലെയുള്ള പല പ്രയാസങ്ങൾ കാരണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉള്ള അസുഖങ്ങൾ, പാല് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ അവള് ജോലിക്ക് പോകാൻ വേണ്ടി നിർബന്ധിതയായ സാഹചര്യം, സപ്പോസ് ആ ഒരു സമയത്ത് ഭർത്താവിന് ജോലിയില്ല, അവർക്ക് ജീവിതത്തിന്റെ ചെലവ് ഒപ്പിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, അവള് ജോലിക്ക് പോയേ മതിയാവും, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ യെസ്, 2 കൊല്ലത്തിന് മുമ്പേ നിർത്താം, ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ അത് കുട്ടിയുടെ ഹക്കാണ് അല്ലെ. കുട്ടിക്ക് ഉമ്മയുടെ മുലപ്പാല് കിട്ടാന്നുള്ളത് കുട്ടിയുടെ ഹക്കാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പല സ്ത്രീകളും അതിനെ ഭയങ്കര പ്രയാസമായിട്ട് കാണുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര പ്രയാസം, ഒരുമാതിരി എന്താ പറയാ, എന്റെ ശരീരത്തിന് എന്തോ കുഴപ്പം വരും, ഷേപ്പ് നഷ്ടപ്പെടും, അങ്ങനെയുള്ള പല 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 കാര്യങ്ങളിലും പറഞ്ഞ് കുട്ടികൾക്ക് മര്യാദയ്ക്ക് പാല് കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ട്. പിന്നെ ഫോർമുല മിൽക്ക് കൊടുത്ത് റീപ്ലേസ് ചെയ്യുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, പല രീതിയിലുള്ള അസൗകര്യങ്ങൾ അവർ കാണുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ അസൗകര്യം അല്ലെ. എന്തെല്ലാം മെനക്കേട് അവിടെ ഉണ്ട് അല്ലെ. സ്റ്റെറിലൈസേഷനും പിന്നെ അതിന്റെ ചെലവും കാര്യങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അവിടെ എക്സ്ട്രാ സ്റ്റെറിലൈസേഷന്റെ ആവശ്യമൊന്നും നമുക്കില്ല. സുബ്ഹാനല്ലാഹ്, കുപ്പി കഴുകുക, പാൽപ്പൊടി കഴുകുക, കൊണ്ടുവന്നിടത്തൊക്കെ അത് കൊണ്ട് നടക്കുക അല്ലെ, അത് വെള്ളം ചൂടാക്കുക, മിക്സ് ചെയ്യുക, കൊടുക്കുക, വലിയ മെനക്കേട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും അത് പ്രയാസം ഉണ്ടാക്കും. പക്ഷെ അത് കൂടുതൽ എളുപ്പം കാണുന്ന ആളുകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് എതിരെ പോകാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല കുട്ടിയുടെ ആരോഗ്യത്തിന് വളരെ മോശമായിട്ട് അത് ബാധിക്കുന്നുള്ളത് പഠനങ്ങൾ വഴി നമ്മൾ ഇഷ്ടംപോലെ അതിനെക്കുറിച്ച് കാണുന്നാല് എക്സ്ട്രാ നമ്മൾ പറയേണ്ട കാര്യമൊന്നും ഇല്ല തന്നെ. സുബ്ഹാനല്ലാഹ്.
പലപ്പോഴും ഈ ഫോർമുല മിൽക്ക് കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് കൂടുതൽ ഒബീസ്, അതായത് വണ്ണം കൂടുതലുള്ള കുട്ടികളായിട്ട് കാണുന്നുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെ. മാത്രമല്ല ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് കുട്ടിക്ക് മാത്രമല്ല ഉമ്മാക്കും കുറേ പ്രയോജനങ്ങൾ ഉണ്ടെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്നാമത് ഉമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ക്ലോസ് കണക്ഷൻ ആണ് ഈ ഒരു സംഭവം, ഒരു ഇമോഷണൽ കണക്ഷൻ കൂടിയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഉമ്മയുടെ ശരീരത്തിൽ പല രീതിയിലുള്ള, അതായത് ഗർഭധാരണവും പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉമ്മയുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടാവും അല്ലെ. അതിനൊക്കെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അവളുടെ വജൈന പഴയ അവസ്ഥയിലേക്ക് ആവാൻ വേണ്ടിയിട്ട്, ആ ഇലാസ്റ്റിസിറ്റി പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവളുടെ ഗർഭപാത്രത്തിനെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ബോഡിക്ക് പഴയ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, വയറ് കുറയാൻ വേണ്ടിയിട്ട്, ബോഡിക്ക് ഹോർമോണൽ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഉമ്മയുടെ ശരീരത്തിൽ പോലും ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കൽ തന്നെയാണ്. ഞാനിതിപ്പം എടുത്ത് ഇങ്ങനെ പറയാൻ കാരണം, ഇവിടെ ചെറിയ കുട്ടികൾ അല്ലെ, ചെറിയ പ്രായത്തിലുള്ള കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള മക്കളൊക്കെ ഇത് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അവർ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് വിശദമായിട്ട് തന്നെ പറയുന്നത്. അപ്പം മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി സമയത്ത് കയറുന്ന എക്സ്ട്രാ ഫാറ്റും ഒക്കെയും പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയും കൂടെ, അത് വളരെ പ്രയോജനപ്രദമായ രീതിയിൽ പുറത്തേക്ക് കൊടുക്കുകയാണ് അല്ലെ. കാരണം കുട്ടിക്ക് ന്യൂട്രീഷ്യനായിട്ട് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാരണവും കൂടെയാണ് ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല കുട്ടിയുടെ ശരീരത്തിൽ ആവശ്യമായ പല ആന്റിബോഡീസ്, കുട്ടിക്ക് പല ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ പല കാര്യങ്ങളും ഈ ബ്രസ്റ്റ് ഫീഡിംഗ് വഴി കിട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ, അധികം പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാല് കൊടുക്കലാണ് പല പുറത്തുനിന്ന് എടുക്കുന്ന പല മരുന്നുകളെക്കാളും അവർക്ക് കൂടുതൽ പ്രയോജനം വരിക. സുബ്ഹാനല്ലാഹ്. നമ്മൾ പശുപാലോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് ഉമ്മയുടെ പാല് കിട്ടുന്ന ആ ഒരു ഗുണം അവർക്ക് കിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇറക്കിയിട്ടുള്ള റിസ്ഖാണത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും അവർ വയറ്റിലുള്ള സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം നമ്മളിലൂടെ തന്നെയാണ്. അതിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമുക്ക് അതിനെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പുറത്തേക്ക് വന്ന് നമുക്കൊരു ചെറിയ കൺട്രോൾ അതിലേക്ക് തരുമ്പോഴേക്ക് നമ്മൾ എന്തെല്ലാം അഹങ്കാരങ്ങളാണ് നമ്മൾ മനുഷ്യന്മാർ കാണിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ ദുനിയാവില് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച എല്ലാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും ഒക്കെ അള്ളാഹുവിന് സദാ കീഴ്വഴങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലെ. അവർക്ക് ഇതിനപ്പുറത്തേക്ക് യാതൊരു കൺട്രോളും ഇല്ല. അവർക്ക് അത് കീഴൊതുങ്ങിയേ മതിയാവും. അതുകൊണ്ട് അവർ കീഴൊതുങ്ങുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ഒരു ചെറിയൊരു അധികാരം വേണമെങ്കിൽ എന്നുള്ള ഒരു അധികാരം അല്ലെ, ചോയ്സ് തന്നപ്പോഴേക്ക് നമ്മൾ അഹങ്കാരികളായി മാറി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വയറിനകത്തുനിന്ന് കുട്ടിക്ക് നമ്മൾ വഴി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് കൺട്രോൾ ഒന്നുമില്ല, നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അള്ളാഹ്ക്ക്. പക്ഷെ പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു കൺട്രോൾ അവിടെ വന്നു. അതുകൊണ്ട് നമ്മൾ അഹങ്കാരികളായി മാറുക ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹിക്മത്തുള്ള ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന, ചിന്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളെ അനുസരിക്കാൻ ഉൾക്കൊള്ളാനും പറ്റുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പലരും അതിനെ പല കാരണങ്ങളാൽ ഇൻകൺവീനിയന്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലെ. കാരണം കുട്ടികൾക്ക് അവർക്ക് വേറെ പല രീതിയിലും ഭക്ഷണം കിട്ടാനുള്ള മാർഗ്ഗമില്ല. മുട്ട, വേറെ ഒരു തരത്തിലുള്ള അവർക്ക് പോഷകങ്ങളും ന്യൂട്രീഷനും അവർക്ക് കിട്ടാനുള്ള യാതൊരു മാർഗവും ഇല്ല. സോ അവർക്ക് അവരുടെ ഫുഡ്, അവരുടെ ഷിഫ, അവരുടെ റിസ്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലാണ് കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഹക്ക് കൊടുക്കാതിരിക്കാൻ പാടില്ല. പക്ഷെ എന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റുമല്ല. ഓക്കെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മനസ്സിലാവും, അള്ളാഹ്ക്ക് നമ്മളെ അറിയാം. എന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കൽ അനുവദനീയമാണ്. നമുക്കറിയാം പ്രീ ഇസ്ലാമിക് അറേബ്യയുടെ, അതായത് ഇസ്ലാമിന് മുമ്പ് വരുന്ന അറേബ്യയിൽ ഉള്ള കാലത്ത് അവർക്ക് കുട്ടികളെ ഈ മരുഭൂമികളിലേക്ക് മുല കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, മറ്റ് സ്ത്രീകളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൽ അവർക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, അവിടെ കുട്ടികൾ വളരുമ്പോൾ അവിടുത്തെ എയറും അവിടുത്തെ സാഹചര്യങ്ങളും കുട്ടികളെ കൂടുതൽ ഹെൽത്തി ആക്കും. പിന്നെ കുട്ടികൾ പ്രതികൂല സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കും. മാത്രമല്ല അവിടുത്തെ ഒറിജിനൽ അറബി ഭാഷ പിക്ക് ചെയ്യും. ഓക്കെ. അങ്ങനെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ അത് കൂടുതൽ മെച്ചപ്പെട്ടത് അതായതുകൊണ്ടാണ് അവർ അതിനുവേണ്ടി അയച്ചിരുന്നത്. ഇപ്പം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇതേപോലെ അയച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഉമ്മയുടെ അവകാശവും ബാധ്യതയുമാണ് പാല് കൊടുക്കൽ. പക്ഷേ സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല. നമുക്ക് അതിനെക്കുറിച്ച് ഇനിയും പറയുന്നുണ്ട്. പിന്നെ വഅലൽ മൗലൂദി ലഹു, വഅല എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ഉണ്ട്, അതായത് ഒരു ബാധ്യതയാണ് ഈ അല എന്ന് പറയുന്നത്. ഓക്കെ. മൗലൂദ് എന്ന് പറയുന്നത് വലത നമ്മൾ പറഞ്ഞു,
ജന്മം നൽകുക അല്ലെ. മൗലൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം നൽകിയത്, അതായത് കുട്ടി എന്നുള്ള അർത്ഥം. വാലിദ് ജന്മം നൽകുന്നവർ, ജന്മം നൽകുന്നവൻ അല്ലെങ്കിൽ ജന്മം നൽകുന്നവൾ. വാലിദ് ജന്മം നൽകുന്നവൻ, വാലിദ ജന്മം നൽകുന്നവൾ. ഇവിടെ മൗലൂദ് എന്താണ്? കുട്ടിയാണ് അല്ലെ. പക്ഷെ മൗലൂദ് ലഹു എന്താണ്? ആർക്ക് വേണ്ടിയാണോ ജന്മം നൽകിയത്. ഓക്കെ, ആർക്ക് വേണ്ടിയാണോ ജന്മം നൽകിയത്, ആരാണത്? കുട്ടിയുടെ ഫാദർ അല്ലെ, ഉപ്പ. കാരണം കുട്ടിയുടെ ഫാദറിന്, ഉപ്പക്ക്, ഒരു കുട്ടിയുടെ പിതാവിന് ഒറ്റയ്ക്ക് ജന്മം നൽകാൻ പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്, ഉമ്മ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഉമ്മക്കേ പറ്റുള്ളൂ. അപ്പോൾ ഉപ്പക്ക് വേണ്ടി ഉമ്മ ജന്മം നൽകണം. എന്നാൽ ഉമ്മ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു കുട്ടിയെ ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് നടക്കുമോ? അതും പറ്റൂല അല്ലെ. അപ്പൊ മൗലൂദ് ലഹു എന്ന് പറയുന്നത് കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ആണ്. ഇവിടെ ശരിക്കും വേറെ വാലിദ് എന്നുള്ള വാക്കോ അതുപോലെ വേറെ ഏതെങ്കിലും അബ് എന്നുള്ള വാക്കോ എന്തെങ്കിലും ഉപയോഗിക്കായിരുന്നു അല്ലെ. പക്ഷേ ഇത് ഈ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ, അതായത് ഈ ഉപ്പക്ക് വേണ്ടിയിട്ട് ഉമ്മ ജന്മം നൽകിയതാണ് എന്നുള്ള ആ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം സാധാരണഗതിയിൽ അല്ലെ, ഏതായാലും ഉമ്മ പാല് കൊടുക്കും, അത് അവളുടെ പ്രോബ്ലം ആണ് അല്ലെ. ഞാൻ നോക്കണ്ട എന്ന് പറയാൻ യാതൊരു മാർഗവുമില്ല. ഇത് നിനക്ക് വേണ്ടിയിട്ട് ജന്മം നൽകപ്പെട്ട കുട്ടിയാണെങ്കിൽ ഇത് നിന്റെയും കൂടെ പ്രോബ്ലം ആണ്. ഓക്കെ, ഇത് നിന്റെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇതിനെ നഴ്സ് ചെയ്യുക എന്നുള്ളത്, ഇതിന് പാല് കൊടുക്കുക എന്നുള്ളത്, ഇത് നിന്റെയും കൂടെ ഉത്തരവാദിത്തമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. പക്ഷെ പലപ്പോഴും പലരും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ കൈ ഒഴിയുന്നത് നമ്മൾ വളരെ കോമൺ ആയിട്ട് നാട്ടിൽ കാണുന്നതാണ് അല്ലെ. അത് കുട്ടി അവളല്ലേ പാല് കൊടുക്കുന്നത്, അത് അവളുടെ ഉത്തരവാദിത്തമാണല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പണ്ഡിതന്മാര് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്, മുല കൊടുക്കുക എന്ന് പറയുന്നത് ഉമ്മയുടെയും ഉപ്പയുടെയും മേലുള്ള ബാധ്യതയാണെന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാകും ഉമ്മയുടെ ബാധ്യതയാണെന്ന്. പക്ഷെ എങ്ങനെയാണ് ഉപ്പയുടെ ബാധ്യതയാവുന്നത്? അള്ളാഹു പറയാണ് വഅല മൗലൂദി ലഹു, അവന്റെ ഉത്തരവാദിത്തമാണ് എന്ത്? റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന. റിസ്ഖുഹുന്ന, ഭക്ഷണം. ആരുടെ ഭക്ഷണമാണ്? ഉമ്മമാരുടെ അല്ലെ, ഉമ്മയുടെ. വകിസ്വതുഹുന്ന, ആരുടെ വസ്ത്രമാണ്? അവരുടെ, ഈ ഉമ്മമാരുടെ, കുട്ടിയുടെ ഉമ്മയുടെ. അപ്പം ഉപ്പ കൊടുക്കണം എന്ത്? ഈ കുട്ടിയുടെ ഉമ്മക്കുള്ള ഭക്ഷണവും വസ്ത്രവും. എപ്പം? ഈ ഒരു മുലകുടി കാലഘട്ടത്തില്. സുബ്ഹാനല്ലാഹ്. സപ്പോസ് ഒരു ഭാര്യയും ഭർത്താവും അവര് ഡിവോഴ്സ് ആയി എന്ന് വെക്കാം. ഓക്കെ, പ്രഗ്നന്റ് ആണ് ഭാര്യ, അവള് ജന്മം നൽകി കുട്ടിക്ക്. നമുക്കറിയാം ഡിവോഴ്സ് ആയിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇദ്ദയുടെ കാലഘട്ടവും കഴിഞ്ഞു അല്ലെ. പിന്നെ അവൾ ശരിക്കും സെപ്പറേറ്റ് ആയി. പക്ഷേ അപ്പോഴും അവളുടെ ഈ കാര്യങ്ങള് ഹുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ കുട്ടിയുടെ വാപ്പയുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് വസ്ത്രവും ഉത്തരവാദിത്തമാവുന്നത്? ചിലപ്പം അല്ലെ, ഈ കുട്ടീനെ അവള് പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ കുട്ടി ചിലപ്പോൾ ഒരുപാട് ഛർദ്ദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വസ്ത്രമൊക്കെ നാശമായിട്ട് പോവാണ്. ആരാ അവൾക്ക് വസ്ത്രം കൊടുക്കേണ്ടത്? ഇവൻ തന്നെ കൊടുക്കണം, കുട്ടിയുടെ ഉപ്പ തന്നെ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അവൾ ഒറ്റയ്ക്കാണോ എടുക്കേണ്ടത്? അല്ല. അവര് തൊലാക്ക് ചൊല്ലിയ ഒരു കപ്പിളാണെങ്കിൽ പോലും അവർക്ക് ഈ ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? ഉപ്പാക്കുള്ളതാണ്. അവനാണ് അത് ഏറ്റെടുക്കേണ്ടത്. ഭക്ഷണത്തിന്റെ കാര്യം അല്ലെ, കുട്ടിക്ക് ശരിക്കുള്ള രീതിയിൽ പാല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉമ്മ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കണം. ആ സമയത്ത് കുട്ടിക്ക് ഹെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉമ്മ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം അല്ലെ. വളരെ കെയർഫുൾ ആയിട്ട് വളരെ നല്ല ഭക്ഷണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെയാണോ അവളുടെ ശരീരത്തിനും കുട്ടിയുടെ ശരീരത്തിനും ആവശ്യമുള്ളത്, ന്യൂട്രീഷൻ അല്ലെ, കാൽഷ്യം, അയൺ, എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ കിട്ടുന്ന ഭക്ഷണം തന്നെ കഴിക്കണം. അപ്പൊ ആരാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം ഏറ്റെടുക്കേണ്ടത്? ഉപ്പ. അപ്പം ഏത് മാരിറ്റൽ സ്റ്റാറ്റസ് ആണെങ്കിലും, അവള് വിവാഹിതയാണെങ്കിലും ഡിവോഴ്സ്ഡ് ആണെങ്കിലും വിധവയാണെങ്കിലും ഒക്കെ എന്താണ്? ഈ ഉപ്പ ഈ ഒരു കാര്യം ഏറ്റെടുക്കണം. ഇവിടെ കിസ്വ എന്ന് പറയുന്ന വാക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന വസ്ത്രത്തിനാണ് കിസ്വ എന്ന് പറയാം അല്ലെ. കാബയുടെ കിസ്വ നമ്മൾ പറയാറുണ്ട്, കാബയ്ക്ക് ഇട്ട് കൊടുക്കുന്ന വസ്ത്രമാണ്. ലിബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വയം ഉപയോഗിക്കുന്ന, സ്വയം ധരിക്കുന്ന വസ്ത്രമാണ്. കിസ്വ എന്ന് പറയുന്നത് ആർക്കെങ്കിലും കൊടുക്കുന്ന വസ്ത്രമാണ്. അപ്പം ഉപ്പ കൊടുക്കണം ഉമ്മക്കുള്ള, എന്താ, ഈ കുട്ടിയുടെ ഉമ്മക്കുള്ള ഭക്ഷണവും വസ്ത്രവും. എങ്ങനെയാ കൊടുക്കേണ്ടത്? ബിൽ മഅറൂഫ്, മര്യാദ അനുസരിച്ച് അല്ലെ. ബിൽ മഅറൂഫ്. ഒരുപാട് സ്ഥലങ്ങളിൽ ബിൽ മഅറൂഫ് വരുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ ബിൽ മഅറൂഫ് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ ഉമ്മ
ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് റീസണബിൾ ആയിരിക്കണം. ഉപ്പാടെ അടുത്ത് എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറയുമ്പോൾ അത് വളരെ റീസണബിൾ ആയിരിക്കണം അല്ലേ. എനിക്ക് എന്താണ്, ഞാൻ പ്രഗ്നന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കാണ്, അതുകൊണ്ട് ആ ഇന്ന ബുട്ടീക്കിലുള്ള എല്ലാ നഴ്സിംഗ് ക്ലോത്ത്സും എനിക്ക് വേണം. ഇപ്പൊ അങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ അല്ലെ, പ്രഗ്നൻസി ഡ്രസ്സുകൾ സെപ്പറേറ്റ് ഇറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര പൈസൻ്റെത് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പക്ക് അതൊരു ബാധ്യതയാക്കിയിട്ട്, താങ്ങാൻ പറ്റാത്ത ഒരു ബാധ്യതയാക്കിയിട്ട് ആക്കാൻ പാടില്ല. റീസണബിൾ ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഉപ്പ തിരിച്ചും ഈ ഉമ്മക്ക്, ഈ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതും റീസണബിൾ ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിനക്ക് 2 ഡ്രസ്സില്ലേ, അത് മതി, അത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്തു, ഒന്ന് കഴുതിക്ക് വേറെ ഇട്ടോ എന്ന് പറയാനുള്ള സാഹചര്യം ഇല്ല. വേറെ തന്നെ അവൾക്ക് ആവശ്യമുള്ളത് മഅറൂഫായിട്ട് അവന് പറ്റുന്ന രീതിയിൽ കൊടുക്കണം. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ. ഒരു വ്യക്തിയും അവന്റെ കഴിവിനപ്പുറത്തേക്ക് ഭാരം അവന്റെ മേലെ ഏൽപ്പിക്കപ്പെടുകയില്ല. തുകല്ലഫ് തക്ലീഫിൽ നിന്ന് വരാണ്. അയാൾക്ക് താങ്ങാനാവാത്ത ഭാരം, ഉത്തരവാദിത്വം വഹിക്കുന്നതിന്, അല്ലെങ്കിൽ അവന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിനാണ് തക്ലീഫ് എന്ന് പറയുന്നത്. അപ്പം ഒരാളും അവൻ താങ്ങാനാവുന്നതിനപ്പുറത്ത്, വാവ് സീൻ ഐൻ, എന്ന് പറയുന്നത് കപ്പാസിറ്റി, ഒരാളുടെ കഴിവ്. അവർക്ക് വളരെ നോർമൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവന്റെ കപ്പാസിറ്റി. അപ്പം എന്താണോ ആ പുരുഷന് അഫോർഡ് ചെയ്യാൻ പറ്റുക, അവന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവന്റെ വരുമാനത്തിനനുസരിച്ച് അത് അവൻ കൊടുക്കണം. അവന് കൂടുതൽ കൊടുക്കാൻ പറ്റുമോ, മാഷാ അല്ലാഹ് ഹൈർ കൊടുക്കുക. പക്ഷെ കുറച്ചേ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് കൊടുക്കുക. സൂറത്ത് ത്വലാഖില് 7-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, ലിയുൻഫിഖ് ദു സഅതിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ. കഴിവുള്ളവൻ തന്റെ കഴിവിൽ നിന്ന് ചെലവിന് കൊടുക്കട്ടെ, വല്ലവനും തന്റെ ഉപജീവനം ഇടുങ്ങിയതായാൽ അള്ളാഹു അവന് കൊടുത്തതിൽ നിന്ന് അവൻ ചെലവിന് കൊടുക്കട്ടെ. ഒരാളോടും അള്ളാഹു അയാൾക്ക് കൊടുത്തതല്ലാതെ നൽകാൻ നിർബന്ധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വളരെ ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആരുടെ മേലും ഒരു പ്രഷർ കൊടുക്കുന്ന പോലെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമങ്ങളും കൊടുത്തിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ബാധ്യത അല്ലെ പുരുഷന്റെ മേലെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഭക്ഷണവും വസ്ത്രവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളമാണ് ഒരു ഉമ്മയുടെ ആവശ്യങ്ങൾ അല്ലെ, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹ്ക്ക് അതിനെക്കുറിച്ചുള്ള അറിവാണ് ഇവിടെ കാണുന്നത് അല്ലെ. ആ ഉമ്മ മുലകുടി കുട്ടിക്ക് മുല കൊടുക്കുന്ന ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് ഉമ്മക്ക് ആവശ്യമുള്ളത് അല്ലെ, ആ ഒരു സ്റ്റേറ്റ് ശരിക്കും മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ സ്ത്രീകൾ സാധാരണ നമുക്ക് വെറും ഉത്തരവാദിത്തങ്ങളേ ഉള്ളൂ, ഒരവകാശങ്ങളും ഇല്ല, ഫുൾ ആണുങ്ങൾക്കാണ് എന്ന് കംപ്ലൈന്റ് ചെയ്യുമ്പം സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എത്ര ഭംഗിയായിട്ടാണ് ഓരോ സ്ഥലത്തും നമ്മളോടുള്ള കെയർ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. നമുക്ക് പീരിയഡ്സിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുരുഷന്മാർ, കാരണം അവർക്ക് അത് മനസ്സിലാവില്ല. ഇപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ചൊക്കെ, ഓൾറെഡി പുരുഷന്മാര് സുബ്ഹാനല്ലാഹ് സ്ത്രീകളുടെ മേലെ ചെലവഴിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. ഭർത്താക്കന്മാര് ഭാര്യമാരുടെ മേലെ ചെലവഴിക്കാൻ ബാധ്യസ്ഥരാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അവൾക്ക് ഫുഡ് കൊടുക്കണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെ, അതൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. പിന്നെ ഇവിടെ എന്തിനാ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്ട്രാ പറയുന്നത്, അവൾ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ഇത് കൊടുക്കണം, അപ്പോൾ എന്തായാലും അവൻ കൊടുക്കണ്ടേ അല്ലെ. ആ സമയത്ത് എക്സെപ്ഷൻ ഒന്നും ഇല്ലല്ലോ നിയമത്തിൽ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ സമയത്ത് അവൻ കൂടുതൽ അവളെ കുറിച്ച് കോഷ്യസ് ആയിരിക്കണം, കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. അവൾക്ക് കൂടുതൽ ആവശ്യമുണ്ട്, കൂടുതൽ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അത് ശരിക്കും ഇവിടെ ഉമ്മമാരായിട്ടുള്ള ആയിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അല്ലെ. ആ ഒരു പാല് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവരുടെ അവസ്ഥകൾ. സുബ്ഹാനല്ലാഹ്. ഈവൻ വസ്ത്രത്തിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി വേറെ തന്നെ ഡ്രസ്സുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. വേറെ തന്നെ ഡ്രസ്സുകൾ വേണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മതിയാവില്ല അല്ലെ. പുറത്തു പോകുമ്പോൾ സിബുള്ള ഡ്രസ്സുകൾ വേണം. അത് അബായ ആണെങ്കിൽ പോലും സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് വേണം. വീട്ടിലിടുമ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റികളാവട്ടെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് വേണം അല്ലെ. ബട്ടണോ സിബോ ഒക്കെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അതിന് എക്സ്ട്രാ പൈസ വേണം. സാധാരണ ഭർത്താവ് തരുന്ന ചെലവ് പോലെ പോരാ. പിന്നെ അതേപോലെ ഭക്ഷണം. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു വീക്ക്നെസ് നികത്താൻ വേണ്ടിയിട്ടും കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഉള്ള എക്സ്ട്രാ ഭക്ഷണങ്ങൾ അല്ലെ, എക്സ്ട്രാ മരുന്നുകൾ, ഒരുപാട് കാര്യങ്ങൾ വേണം. അതിനും പൈസ വേണം. ഇനി റമളാൻ വരികയാണ്, ആ ഒരു സമയത്ത് കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് നോമ്പ് നോൽക്കാൻ അവൾ ശ്രമിച്ചാൽ പോലും ചിലപ്പം പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന്റെ പേരിലാണ് അവൾക്ക് നോമ്പ് എടുക്കാൻ പറ്റാതിരിക്കുന്നത്. അടുത്തൊരു വർഷത്തിനുള്ളിൽ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവൾ ഫിദി കൊടുക്കണം. ആരാ കൊടുക്കണ്ടേ? ഉപ്പ കൊടുക്കണം അല്ലെ, കുട്ടിയുടെ ഉപ്പ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പൊതുവേ പുരുഷന് സ്ത്രീ ബാധ്യതയാണെങ്കിൽ പോലും പുരുഷന് എല്ലാ കാര്യങ്ങളും സ്ത്രീക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇത് എക്സ്ട്രാ പറയണം. അള്ളാഹു എത്രത്തോളം സ്നേഹം അല്ലെ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് അള്ളാഹു എത്രത്തോളം കരുതലോട് കൂടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പറയുന്നത്. കാരണം ഈ ഒരു മദർഹുഡ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് സ്ത്രീകളിൽ നിന്ന് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്ന ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പല സ്ത്രീകളും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അധികം തോന്നുന്നു ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്ന ഒരു സമയമാണ് പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. ഇനി എത്ര ലവ്ലി ആയിട്ടുള്ള എത്ര സ്നേഹത്തോടു കൂടി അവളെ നോക്കി ഫുൾ ടൈം ചിരിക്കുന്ന ഒരു കുട്ടി മുന്നിൽ ഉണ്ടായിരുന്നാലും എത്രയോ സ്ത്രീകൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ഒരുപക്ഷെ അത് കടന്നു പോയിട്ടില്ലാത്തവർക്കോ ഇതൊക്കെ എന്തിനെന്ന് തോന്നുമായിരിക്കും. പക്ഷെ അത് എന്താണ് റിയൽ ആണ്. അത് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. അവർക്ക് ആ സമയത്ത് എക്സ്ട്രാ കെയർ വേണം, എക്സ്ട്രാ അറ്റൻഷൻ വേണം, എക്സ്ട്രാ സ്നേഹം വേണം. ഹസ്ബൻഡ് അതിനെക്കുറിച്ച് ചിന്തിക്കണം. അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം. അവൻ അവളെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവൾക്ക് വേണ്ടി എക്സ്ട്രാ വാങ്ങിക്കൊടുക്കുകയോ എക്സ്ട്രാ കരുതൽ കാണിക്കുകയോ ചെയ്യെങ്കിൽ അത് വേണം. ആ ഒരു എറ്റുക്കേറ്റ്, ആ ഒരു മര്യാദ നമ്മൾ പുരുഷന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വലിയ മക്കൾ ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ ഭാര്യമാരെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യണം. എസ്പെഷ്യലി അവർ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്തും എത്രത്തോളം എക്സ്ട്രാ കെയർ വേണം എന്നുള്ളത് ഉമ്മമാര് ആൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. ഓക്കെ, ചെറിയ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അവൾക്ക് അത് ഭയങ്കര സന്തോഷം കൊടുക്കുന്ന കാര്യമായിരിക്കും. മാത്രമല്ല അവൾക്ക് അത് അത്ര ആവശ്യമാണ്. പക്ഷെ നമ്മൾ എന്താ പറയാ, ഓക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ അവിടെ ഇല്ലേ, ഓക്ക് വേണ്ടി ഫുഡൊക്കെ ഡ്രസ്സൊക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ അല്ലേ. സുബ്ഹാനല്ലാഹ്. അതല്ല, അവൾക്ക് എക്സ്ട്രാ കെയർ ആവശ്യമാണ്. അവനെന്തെങ്കിലും അവൾക്ക് എക്സ്ട്രാ വാങ്ങിക്കൊടുക്കുമ്പോൾ, അവൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അവൾക്ക് ആ ഒരു സമയത്ത് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നത് ഭർത്താവിന്റെ വീട്ടുകാരോ തന്നെയാണ്. കുട്ടിക്ക് മര്യാദയ്ക്ക് മുല കൊടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ എന്ത് കാരണങ്ങളായിക്കോട്ടെ, ചിലര് അവന്റെ ഭാര്യയുടെ ബോഡിന്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് പോലും കൊടുക്കാൻ സമ്മതിക്കാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പീരീഡിൽ ഞാൻ ഒരുപാട് പൈസ ചെലവാക്കണം, അത്രയൊന്നും എന്നെ കൊണ്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അവന്റെ വീട്ടുകാർ വന്നിട്ട് അവളെ ചീത്ത പറയുകയും പല രീതിയിൽ മാനസികമായിട്ട് അവളെ പ്രയാസപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ശരിക്കും ഭർത്താവാണ് ഈ കാര്യത്തിൽ കൂടുതൽ കെയർ എടുക്കേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവസ്ഥയിലുള്ള സ്ത്രീയെ അവളെ സൃഷ്ടിച്ച റബ്ബിനല്ലാതെ വേറെ ആർക്കും മനസ്സിലാവൂല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഒരു കുട്ടീനെ ഹോസ്റ്റലിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ച കൊടുക്കുമ്പോൾ അല്ലെ, നമ്മൾ പറയും അവരുടെ അടുത്ത്, നോക്ക് അവൾക്ക് ഇന്നതാണ് ഇഷ്ടം അല്ലെ, അല്ലെങ്കിൽ ഇന്ന കാര്യമാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവൾക്കൊരു സപ്പോർട്ട് വേണം അല്ലെ. കാരണം ഈ നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ, അവളെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന വീട്ടുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലേക്ക് അയക്കും, അവർക്ക് അവളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ അവൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം സ്നേഹവും കെയറും അവളുടെ അടുത്തുണ്ടോ അത്രത്തോളം നമ്മൾ ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞേൽപ്പിക്കും. അതേപോലെ തിരിച്ച്, അതായത് നമ്മുടെ ആൺമക്കളെ കുറിച്ച് നമ്മൾ മരുമക്കളുടെ അടുത്ത് അല്ലെ, മകന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു അവന് ഇന്ന സാധനങ്ങളൊക്കെ ആട്ടോ ഇഷ്ടം, അവന് ഇന്ന സംഭവം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതെന്തുകൊണ്ടാണ്? അവരെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ ഈ അയക്കുന്ന സ്ഥലത്തുള്ളവർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഭർത്താക്കന്മാർക്കും ഉപ്പമാർക്കും ഒന്നും ഒരിക്കലും ഈ സ്ത്രീ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത് എന്താന്ന് അറിയൂല. അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല, അവർക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരിത് ജീവിതത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമല്ലേ. സുബ്ഹാനല്ലാഹ്. ആണുങ്ങൾ എന്താ പറയാ, എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കുന്നില്ലേ, എല്ലാവരും പാല് കൊടുക്കുന്നില്ലേ, പിന്നെ നിന്റെ പ്രഗ്നൻസിക്ക് മാത്രം എന്താ എത്ര വലിയ വ്യത്യാസം അല്ലെ, നീ പാല് കൊടുക്കുന്നതിന് മാത്രം എന്താ എത്ര വലിയ വ്യത്യാസം, ഇത്ര അധികം നിന്നെ കെയർ ചെയ്യാനും ചെലവാക്കേണ്ട ആവശ്യം എന്താ. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്കത് മനസ്സിലാവില്ല. ആർക്കാ മനസ്സിലാവുക? റബ്ബിന് മാത്രമേ മനസ്സിലാവുള്ളൂ. സുബ്ഹാനല്ലാഹ് അല്ലെ. റബ്ബിനറിയാം, കാരണം റബ്ബിന്റെ സൃഷ്ടിപ്പാണ് ഇവള്. അതുകൊണ്ട് റബ്ബ് ഈ ആയത്തുകൾ ഞാൻ പറഞ്ഞല്ലോ, പുരുഷന് എന്തായാലും സ്ത്രീയുടെ മേലെ ചെലവഴിക്കണം എന്നുള്ളത് ഓൾറെഡി ഉള്ള കൽപ്പനയാണ്. അതിന്റെ പുറമെ അവൾക്ക് എക്സ്ട്രാ ആയിട്ട് കെയർ കൊടുക്കണം, എക്സ്ട്രാ ആയിട്ട് ഫുഡ് കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയുടെ അടുത്തുള്ള ആ ഒരു കാരുണ്യത്തിന്റെ മേലെ, കെയറിന്റെ മേലെ പറയാണ്. സുബ്ഹാനല്ലാഹ്. അവൾ ആ സമയത്ത് ഇമോഷണൽ ആണ്. അവൾ ആ സമയത്ത് തൊട്ടതും പിടിച്ചതും ഒക്കെ അവളെ വിഷമിപ്പിക്കും അല്ലെ. ഒരു ചെറിയൊരു പുഞ്ചിരി പോലും, അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു ഡ്രസ്സ് അവൾക്ക് എക്സ്ട്രാ വാങ്ങിക്കൊടുത്താൽ പോലും അവൾക്ക് ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്. അപ്പം ആ ഒരു കെയർ നിങ്ങൾ കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്ട്രാ ഒരു ആയത്തെടുത്തിട്ട് പറയാണ്. സുബ്ഹാനല്ലാഹ്.
അവർക്ക് അറിയില്ല, കാരണം ആണുങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു കൊടുത്താൽ തന്നെ മനസ്സിലാവുള്ളൂ. തുടർന്ന് അള്ളാഹ് പറയണ ലാ തുളാറ വാലിദത്തുൻ ബിവലദിഹാ, ഒരു ഉമ്മയും അവളുടെ അവളുടെ കുട്ടി കാരണം എന്താണ് പ്രയാസപ്പെടുന്നവരാവരുത്, അതായത് ഉപദ്രവിക്കപ്പെടുന്നവരാവരുത്. അതേപോലെ വല മൗലൂദുല്ലഹു ബിവലദിഹി, ഒരു ഉപ്പയും അവന്റെ കുട്ടി കാരണം പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ദൊറർ ചെയ്യപ്പെടുന്ന അവസ്ഥയിലാവരുത്. ലാ തുദാറ, ദൊറർ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കപ്പെടുക, ഹാം ഉണ്ടാക്കുക. അതായത് അത എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഉപദ്രവം, വേദന ആണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ഉപദ്രവമാണ് ബൊറാർ എന്ന് പറയുന്നത്. അപ്പം ലാ തുദാറ വാലിദത്തു ബിവലദിഹ വലാ മൗലൂദൻ ലഹു ബിവലദിഹി. അപ്പം ഒരു ഉമ്മയും അവളുടെ കുട്ടി കാരണം പീഡിപ്പിക്കപ്പെടാൻ പാടില്ല, ഉപദ്രവിപ്പിക്കപ്പെടാൻ പാടില്ല. അതേപോലെ ഒരു ഉപ്പയും അവന്റെ കുട്ടി കാരണം ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. എന്താണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്? ഉമ്മക്ക് ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം ഒക്കെ ഉപ്പ വിചാരിക്കാണ് ഓക്ക് എന്തായാലും ഓളെ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ഓള് നോക്കിക്കോളും അല്ലെ, എന്നെ കൊണ്ട് ഇപ്പൊ ആ സമയത്ത് അതിനായിട്ട് എക്സ്ട്രാ ഒന്നും കൊടുക്കാനൊന്നും പറ്റൂല, ഓള് വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നീതിയാണോ? അല്ല അല്ലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവളുടെ അടുത്ത് എക്സ്ട്രാ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തിരിച്ച് ഒരു ഉപ്പ എങ്ങനെയാണ് ഹേർട്ട് ചെയ്യപ്പെടുന്നത്? ഉമ്മ ഡിമാൻഡ് ചെയ്യണം, എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം, ഇത്ര പൈസ ചിലവാക്കണം, എനിക്ക് അത്രയും ഡ്രസ്സ് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഭാരം കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഫുഡിനുള്ള പൈസ വേണം എന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിൽ അടിച്ചു പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറെ ആൾക്കാരൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക, അതിന് വേണ്ടിയിട്ടല്ല അവൻ്റെ അടുത്ത് നിന്ന് അപ്പൊ ഭക്ഷണം പൈസ വാങ്ങുന്നത് അല്ലെ. അപ്പം ആ രീതിയിൽ അവന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പം ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രയാസമാണ്. അതേപോലെ ഡിവോഴ്സിന്റെ സമയത്ത് സുബ്ഹാനല്ലാഹ്, കാരണം ഈ ഒരു കാര്യത്തിൽ ഈ ഉമ്മ ഡിവോഴ്സ് ചെയ്യപ്പെട്ടാൽ പോലും ഈ നിയമം ബാധകമാണെന്ന് പറഞ്ഞു അല്ലെ. സാധാരണഗതിയിൽ ഡിവോഴ്സ് ചെയ്യപ്പെട്ടാൽ ഇവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? കുട്ടീനെ ഉപയോഗിച്ചിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് അത് കുട്ടീനെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളെ കുട്ടിക്ക് പാല് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ എനിക്ക് തന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭർത്താവാണെങ്കിൽ ശരിക്കും ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലായിരിക്കും. കാരണം മൂപ്പർക്ക് ഒറ്റ കുട്ടീനെ നോക്കാൻ പറ്റൂല. ജനിച്ച പാടുള്ള ഒരു കുട്ടീനെ മൂപ്പർ എങ്ങനെയാ നോക്കുക? മൂപ്പര് ജനിച്ചിട്ട് വരെ ഒരു ഡയപ്പർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ജോലിക്ക് പോകണം, ചിലപ്പോൾ വീട്ടുകാർ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എങ്ങനെയാ ഞാൻ നോക്കുക? അപ്പൊ അവൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ തന്നെയായി. അപ്പൊ അവള് ഡിമാൻഡ് ചെയ്യുന്ന പൈസ അവൻ കൊടുക്കണം, അവൻ പറ്റൂലെങ്കിൽ പോലും കൊടുക്കേണ്ട സാഹചര്യം വരും. അപ്പൊ കുട്ടീനെ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തിരിച്ചും ഏതായാലും തൊലാക്ക് ചൊല്ലി അവൾ എന്തായാലും അവളുടെ ബാധ്യതയാണ് ഈ കുട്ടീനെ നോക്കല്, അവള് വേണമെങ്കിൽ അങ്ങോട്ട് നോക്കിക്കോട്ടെ അല്ലെ, എനിക്കിപ്പോ അതിനു വേണ്ടി എക്സ്ട്രാ കൊടുക്കാനൊന്നും പറ്റൂല. അപ്പം അവിടെ ഉമ്മ ഉപദ്രവിക്കപ്പെടുകയാണ്, ഉമ്മക്ക് അർഹിക്കുന്നതൊന്നും കിട്ടാതെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് എന്താണ്? കുട്ടിയുടെ പേരിൽ ഉമ്മയും വാപ്പയും സഫർ ചെയ്യുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. പ്രത്യേകിച്ച് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് കുട്ടികളാണ് അല്ലെ. ഉമ്മയും വാപ്പയും സെൽഫിഷ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യപ്പെടുന്നത് കുട്ടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വളരെ ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ ഈ പാലുകുടി കാര്യങ്ങളൊക്കെ ചെലവ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നോക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു മത്സരവും ഈഗോയും ഒക്കെ ആക്കി മാറ്റി കുട്ടികൾ സഫർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് പാടില്ല എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഅലൽ വാരിസ്, അപ്പം അനന്തരാവകാശികൾ അവരുടെ മേലും ഉണ്ട്. ഇവിടെ ആരാണ് വാരിസ്? ആരാണ് ഇവിടുത്തെ അനന്തരാവകാശികൾ? ഈ കുട്ടിയുടെ പിതാവിന്റെ അനന്തരാവകാശികൾ. ഇൻ കേസ് ഈ ഒരു ഭാര്യ വിധവയാണെന്ന് വിചാരിക്കുക, ഉപ്പ മരിച്ചിട്ട് കുഞ്ഞിനെ നോക്കുന്ന ഭാര്യയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അവളുടെ ഇദ്ദ കഴിഞ്ഞാല് എന്താണ്, കുട്ടിക്ക് പാല് കൊടുക്കണം അല്ലെ. അവൾക്ക് ആ സിറ്റുവേഷനിലാണെങ്കിലും ഓക്കെ, പറഞ്ഞ പോലെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ എക്സ്ട്രാ വേണം. ആരാ കൊടുക്കുക? വഅലൽ വാരിസി മിസ്ലു ദാലിക്, അവർക്കും ഇതേപോലെയുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ പിതാവിന്റെ അനന്തരാവകാശികൾ അല്ലെ, പിതാവിന്റെ അതായത് ആരാണോ അവന്റെ അനന്തരാവകാശികളായിട്ടുള്ള, അവന്റെ ബ്രദർ ആവാം, ഫാദർ ആവാം, അമ്മാവനാവാം, ആരാണോ ആ ഒരു ആരുടെ അടുത്താണോ ആരാണോ അവന്റെ സ്വത്തുകൾ ആരുടെ കയ്യിലാണോ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ കയ്യിലേക്ക് ഈ ഉത്തരവാദിത്വം നൽകപ്പെടും. ഒരൊറ്റ കാര്യം, ഒരൊറ്റ സിറ്റുവേഷനും അല്ലാഹു സുബ്ഹാനഹു വ തആല മിസ്സാക്കുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ഈ ഒരു ഈ കുട്ടീന്റെ ഉമ്മേന്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. ഫഇൻ അറാദ,
ഇനി അവർ രണ്ടുപേരും ഉദ്ദേശിക്കുകയാണെങ്കിൽ, ആരാ രണ്ടുപേര്? ഉമ്മയും ഉപ്പയും. ഫിസോലൻ. ഫിസോലൻ എന്താണ്? മുലകുടി നിർത്തൽ അല്ലെ, വീനിങ് എന്ന് പറയും. അല്ലെങ്കിൽ ഫസല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫിസോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ ഈ പാലുകുടി നിർത്തുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഫിസോൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫിസോൽ ഫസല തമ്മിൽ എന്താ ബന്ധം? സെപ്പറേറ്റ് ചെയ്യലും മുലകുടി നിർത്തലും തമ്മിൽ എന്താ ബന്ധം? സ്വാഭാവികമായിട്ടും മുലകുടി നിർത്തുമ്പോൾ ഉമ്മയും മുല കുടിക്കുന്ന സമയത്ത് ഉമ്മയും കുട്ടിയായിട്ട് ഭയങ്കര ഒരു ക്ലോസ് കണക്ഷൻ ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കുട്ടി ഓരോ പ്രാവശ്യം ഉമ്മനെ കാണുമ്പോഴും കുട്ടിക്ക് ബാക്കിയുള്ളതെല്ലാം മറന്നു പോയിട്ട് പിന്നെ ഉമ്മയിൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ അല്ലെ. കരയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ ഉമ്മയാണ് കുട്ടിക്ക്, ഉമ്മനെ വേണം കുട്ടിക്ക്. സുബ്ഹാനല്ലാഹ്. വേറെ പക്ഷേ മുലകുടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉമ്മ എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടിക്ക് ആവശ്യമേ ഇല്ലാത്ത പോലെ ഫുൾ ടൈം കളിയിലായിപ്പോ അല്ലെ. അപ്പം കുട്ടിക്ക് പാല് കൊടുക്കുന്നിടത്തോളം കാലം ഉമ്മക്ക് കുട്ടിയിൽ നിന്ന് ഒരുപാട് സമയം അകന്ന് നിൽക്കാൻ പറ്റില്ല. മാക്സിമം ഒരു 1-2 മണിക്കൂറിൽ. അത് കഴിയുമ്പോൾ കുട്ടിക്ക് വിശക്കുമ്പോൾ ഉമ്മ തിരിച്ചു വന്ന് പാല് കൊടുക്കണം. പക്ഷെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്ക് എത്ര ദിവസം കുട്ടിയായിട്ട് അകന്ന് നിന്ന് കഴിഞ്ഞാലും ഒരു പ്രശ്നം. പലരും ഹജ്ജിന് പോലും പോകാറുണ്ട് ഇത്രയും ചെറിയ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ കുട്ടിയും ഫിസാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫസല എന്ന് പറഞ്ഞ സെപ്പറേഷൻ ആണ്. ഫിസാൽ മുലകുടി നിർത്തൽ. അപ്പം ഒരു തരത്തിലുള്ള സെപ്പറേഷൻ ആണ് അല്ലെ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സെപ്പറേഷൻ ആണ് ഈ മുലകുടി നിർത്തുമ്പോൾ കുട്ടിയും ഉമ്മയും തമ്മിൽ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള ആ ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ, ഇനിയും തരുന്നുണ്ടെങ്കിൽ ആ ഒരു ചാൻസ് മാക്സിമം എൻജോയ് ചെയ്യുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് എല്ലാവർക്കും തരട്ടെ. ഇൻ അറാദ ഫിസാലൻ, അപ്പം അവർ രണ്ടുപേരും എന്താണ് മുലകുടി നിർത്തുന്നതിനെ കുറിച്ച് ഉദ്ദേശിച്ചാൽ, അൻ തറാദിൻ മിൻഹുമാ വതശാവുരിൻ. തറാദ്, റദിയ, ഹാപ്പി ആയിരിക്കുക, തൃപ്തരായിരിക്കുക, മ്യൂച്വലി എഗ്രി ചെയ്തുകൊണ്ടായിരിക്കുക. ഓക്കെ, രണ്ടുപേർക്കും ഓക്കെ ആണെന്നുള്ള പോലെ ആണെന്നുള്ള സിറ്റുവേഷനിലായിരിക്കുക. തശാവർ ഷീൻവാറ ഷൂറ അല്ലെ, കൺസൾട്ട് ചെയ്യാം, ചർച്ച ചെയ്യുക എന്നുള്ളതാണ് തശാവർ എന്ന് പറയുന്നത്. അപ്പം അവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് രണ്ടുപേർക്കും തൃപ്തമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ എത്തിയതിന് ശേഷം അവർക്ക് നിർത്താം. അതിന്റെ അർത്ഥം എന്താ? ഉമ്മക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചിട്ട് മുലകുടി നിർത്താൻ പറ്റൂല. ഭർത്താവിനെ കൊടുത്ത് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അല്ലെ, അത് പെർമിഷൻ എടുത്തിട്ട് വേണം. അതേപോലെ ഉപ്പാക്ക് ഭർത്താവിന് ഭാര്യയോട് നിർബന്ധമായിട്ട് നീ നിർത്ത് പാലുകുടി എന്ന് പറയാൻ പറ്റൂല. അവളും കൂടെ ആ തീരുമാനത്തിൽ ഹാപ്പി ആയിരിക്കണം. ശരിക്കും എന്തൊരു കാം നിയമങ്ങളാ അല്ലെ എല്ലാം. നമ്മൾ പക്ഷെ ജീവിക്കുന്നത് മൊത്തം ഒരു വലിച്ചു വെച്ച എലാസ്റ്റിക് പോലെ. എല്ലാ കാര്യങ്ങളും നമ്മളുടേത് അങ്ങനെയാണ്. നമ്മൾ കുട്ടികളെ വളർത്തുന്നത് പോലും ഫുൾ ടൈം ഈ വലിച്ചു വെച്ച എലാസ്റ്റിക് പോലെയാണ്. വളരെ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെ, പ്രഷർ ചെയ്തിട്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നിയമങ്ങളും എന്തൊരു കാമാന്ന് ആലോചിച്ച്. ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളല്ല പറയുന്നത്. ഇവിടെ ഈ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിലും രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് ഓക്കെ ആണെങ്കിലാണ് അങ്ങനെ ഒരു സംഭവം എടുക്കേണ്ടതെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഏതെങ്കിലും സിറ്റുവേഷനിൽ അതൊരു കാം അല്ല എന്ന് പറയുമ്പം അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു സൊല്യൂഷൻ തരുന്നുണ്ട് അല്ലെ. ഒരു സൈഡ് ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു. സുബ്ഹാനല്ലാഹ്. ശരിക്കും എവിടെയും നമുക്ക് ഒരു സൊല്യൂഷൻ ഉള്ള ദീനാണ് ഇസ്ലാം. പക്ഷെ നമ്മൾ അതിനെ എടുക്കേണ്ട രീതിയിൽ എടുക്കുന്നില്ല, മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കിയതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രയാസമായിട്ട് മാറുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹിക്മത്തിനെ, അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അപ്പം ഞാൻ പറഞ്ഞു, ഈ മുലകുടി നിർത്തുന്ന കാര്യമാണെങ്കിലും ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ ഹാപ്പി ആയിട്ട് ചിന്തിച്ച് തീരുമാനിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ചില സമയത്ത് ഭാര്യമാർക്കില് എല്ലാ 1 മണിക്കൂറും അരമണിക്കൂറും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, അല്ലെങ്കിൽ കുറെ കല്യാണങ്ങളുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത് പൊക്കി കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂല, ഞാനങ്ങ് നിർത്തുകയാണ്, ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ. ഇന്നത്തെ കാലത്തിലൊക്കെ അത് പ്രത്യേകം ഒരുപാട് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ. പക്ഷെ വാപ്പക്ക് ആഗ്രഹം ഉണ്ടാവും കുട്ടിക്ക് പാല് കൊടുക്കപ്പെടണം എന്ന്. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും, നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ കിട്ടിയ ചാൻസിലൊക്കെ പാല് കുപ്പിയിൽ കലക്കിയിട്ട് കുറച്ച് കൊടുത്തു നോക്കും കുട്ടിക്ക് അല്ലെ. അപ്പം മെല്ലെ മെല്ലെ കുട്ടി സ്വാഭാവികമായിട്ടും ഇത്, കാരണം ഈ കുപ്പിയിൽ കലക്കി കിട്ടുന്ന പാല് കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിരിക്കും, കുട്ടിയുടെ വിശപ്പ് കുറച്ചും കൂടെ ഇതാവും അല്ലെ, കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ കുട്ടി നാച്ചുറലി മെല്ലെ മെല്ലെ അതിലേക്ക് അങ്ങോട്ട് മാറും. എന്നിട്ട് പറയും, കണ്ടോ ഓനിപ്പോ ഇത് മതി, കുപ്പിപ്പാല് മതി. വാപ്പ നിർബന്ധിതനായി നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ. അതൊക്കെ അനീതി തന്നെയാണ്, കുട്ടിയുടെ അടുത്ത് ചെയ്യുന്ന അനീതിയുമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് എതിരുമാണ്. അപ്പം ഉപ്പാടെയും ഉമ്മാടെയും കൂടെ അവകാശമാണ് എന്ത്, ഈ ഒരു കാര്യം ഒന്നിച്ച് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു തൊലാഖിന്റെ കാര്യത്തിൽ തൊലാഖ് നടന്നാൽ പോലും പരസ്പരം
ഡിസ്കസ് ചെയ്ത് രണ്ടുപേർക്കും തൃപ്തമായ ഒരു തീരുമാനം എടുത്തിട്ട് വേണം ഫിസാൽ അതല്ലെങ്കിൽ കുട്ടിയുടെ മുലകുടി നിർത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഡിവോഴ്സിന്റെ കാര്യത്തിൽ, തൊലാഖിന്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. രണ്ടുപേർക്കും എത്രത്തോളം ആണ് കുട്ടിയുടെ മേലെയുള്ള അവകാശങ്ങൾ ഒരേപോലെ ആവുന്നത്. സുബ്ഹാനല്ലാഹ്. എന്ത് കാര്യത്തിലും കുട്ടിയുടെ എന്ത് കാര്യം, അതായത് ഈ മുലകുടിയുടെ കാര്യം മുതൽ തുടങ്ങി അങ്ങോട്ട് എന്തും, കുട്ടിയുടെ സ്കൂളിംഗ് ആയിക്കോട്ടെ, ഏത് സ്കൂളിൽ അയക്കണം എന്നുള്ള തീരുമാനം ആയിക്കോട്ടെ, ദീൻ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യം ആയിക്കോട്ടെ, എല്ലാം രണ്ടുപേരുടെയും കൂടെ രണ്ടുപേർക്കും കുട്ടിയുടെ മേലെ അവകാശമുണ്ട്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഒരാൾ തീരുമാനം എടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന അത് മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടിയുള്ള കേസ് വേറെ കേട്ടോ. ഓക്കെ, ഭർത്താവ് പറയാം ഞാൻ ഭയങ്കര തിരക്കാണ്, നീ തീരുമാനം എടുത്തോ, നീ എടുത്ത തീരുമാനം എനിക്ക് തൃപ്തിയാണെന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് കേസാണ്. പക്ഷെ അതല്ലാത്ത സിറ്റുവേഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരു സാഹചര്യം. ഓക്കെ, അപ്പം അത് ഒരിക്കലും ഫെയർ അല്ല, നീതിയല്ല. രണ്ടുപേർക്കും അവകാശങ്ങളുണ്ട്. കാരണം വിത്ത് തൊറാദിൻ വതശാവറിൻ ആണ് പറഞ്ഞത് അല്ലെ. തശാവർ നടത്തണം, അതായത് ഷൂറ നടത്തുകയും വേണം, തൊറാദായിരിക്കുകയും വേണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അതായത് അവർ തൃപ്തരായിരിക്കുകയും വേണം. അത് തൊലാഖ് കഴിഞ്ഞാൽ പോലും അങ്ങനെയാണെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഫലാ ജുനാഹ അലൈഹിമ. അങ്ങനെയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും മേല് ബാധ്യതയൊന്നുമില്ല. അലൈഹിമ അല്ലെ, ഉമ്മയുടെയും ഉപ്പയുടെയും മേല് അവരുടെ മേല് ബാധ്യതയൊന്നുമില്ല. അതായത് മ്യൂച്വൽ കൺസൾട്ടേഷന്റെ പേരിൽ അവർ ആ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ. ഇൻ അറത്തും, ഇനി നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻതസ്തർദിഉ, അതായത് മുലകുടി കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തേടുക. ഓക്കെ, തസ്തർദിഉ സെയിം റൂട്ട് തന്നെയാണ്. പക്ഷെ ഇസ്തിർദാ എന്ന് പറയുമ്പോൾ അവിടെ സീൻ താ കണ്ടു അല്ലെ. അപ്പം അതിനു വേണ്ടി ഒരാളെ തേടുന്നതിനാണ് അതാണ് തസ്തർദിഉ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആർക്ക്, ഔലാദക്കും നിങ്ങളുടെ കുട്ടികൾക്ക്, ഫലാ ജുനാഹ അലൈക്കും നിങ്ങളുടെ മേൽ തെറ്റൊന്നുമില്ല. കാരണം കുട്ടിക്ക് വേറെ ഒരു ഉമ്മ വേറെ ആരെങ്കിലും പാല് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, വേറെ ആരെങ്കിലും ഈ കുട്ടിക്ക് വേണ്ടി പാല് കൊടുക്കണം എന്നാണ് നിങ്ങളുടെ തീരുമാനം, നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു തെറ്റൊന്നും ഇല്ല. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നമ്മൾ കുട്ടിക്ക് കുപ്പിപ്പാല് കൊടുക്കുന്ന കാര്യം ഇതും ഹലാലാണ്. എന്താണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ വേറൊരു സ്ത്രീ മുല കൊടുക്കുന്നതും എന്താണ്, അനുവദനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു ഫലാ ജുനാഹ അലൈക്കും, അവ നിങ്ങളുടെ മേല് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, ഇദാ സല്ലംതും സീൻ ലാം മീം നമ്മൾ പറയാറുണ്ട് അല്ലെ, കീഴൊതുങ്ങുക, കംപ്ലീറ്റ്ലി കീഴൊതുങ്ങുക. അതായത് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കുക. അവർക്ക് എന്താണ്, ആത്തയിത്തും, നിങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റ കാര്യം എന്താണെങ്കിൽ അത് മുഴുവൻ കൊടുത്തു കഴിയുകയാണെങ്കിൽ, അത് കൊടുത്തിട്ടാണെങ്കിൽ അവര്, അതായത് വേറൊരാൾ നിങ്ങളുടെ കുട്ടിക്ക് മുല കൊടുക്കുന്നതിൽ തെറ്റില്ല. വേറൊരു സ്ത്രീ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി മുല കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് ഒരു കോമ്പൻസേഷൻ അവകാശപ്പെടാനുള്ള അധികാരം അവൾക്കുണ്ട് അല്ലെ. കാരണം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവൾക്ക് ഒരാഴ്ചയിലൊക്കെ എനിക്ക് 5000 രൂപ വേണം, അല്ലെങ്കിൽ ആദ്യത്തെ 6 മാസം ഇത്ര പൈസ വേണം, അത് കഴിഞ്ഞിട്ടുള്ള ഒരു കൊല്ലം ഇത്ര പൈസ വേണം എന്ന് അവൾക്ക് ഡിമാൻഡ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, പഠിച്ചോനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ പാല് കൊടുക്കാനാണ് ഇത്ര അധികം പൈസ എന്ന്. പക്ഷെ ഈ പാലിനല്ല അവിടെ പൈസ അല്ലെ. സുബ്ഹാനല്ലാഹ്. അത്ര എളുപ്പമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്, പ്രത്യേകിച്ച് സ്വന്തം കുട്ടിക്കല്ലാതെ അത് കൊടുക്കുമ്പോൾ അല്ലെ. ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങളുള്ള കാര്യമാണ്. ബാക്ക് പെയിൻ എന്തായാലും വരും അല്ലെ. അവര് പല അവസ്ഥകളിൽ ഇരുന്നിട്ടാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നത്. അതുപോലെ ഇടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കണം. അവൾക്ക് അവളുടെ ജീവിത കാര്യങ്ങളുമായിട്ട് പ്രയാസങ്ങൾ ഒരുപാടുണ്ടാവും. പിന്നെ അവളുടെ ജോലികൾക്കൊക്കെ അവൾ ഒരു പക്ഷേ കുട്ടീനെ കൂടെ എടുത്തുകൊണ്ട് അല്ലെ, കുക്ക് ചെയ്യുമ്പോൾ എടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. അതുപോലെ അവൾക്ക് അവളുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങൾ, അവൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അവൾ ഖുർആൻ പറഞ്ഞത് പ്രകാരം അവൾക്ക് ആ പൈസ കൊടുക്കൽ, അവളെ ഡിമാൻഡ് ചെയ്യുന്ന പൈസ കൊടുക്കലാണ് ബെസ്റ്റ്. അത് ആ ഉത്തരവാദിത്തം ആരുടെ മേലാണ്, കുട്ടിയുടെ പപ്പയുടെ മേലെ തന്നെയാണ്. അതെങ്ങനെ കൊടുക്കണം, ബിൽ മഅറൂഫ്, ഇതേപോലെ മര്യാദ അനുസരിച്ചുകൊണ്ട് ആയിരിക്കണം. അവൾക്ക് വളരെ കുറച്ചല്ലേ, എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവളെ ഒഴിവാക്കാൻ പറ്റൂല. മഅറൂഫ് ആയിട്ടുള്ളതായിരിക്കണം. മാത്രമല്ല അത് പെട്ടെന്ന് തന്നെ കൊടുക്കുകയും വേണോ, മുലകൂടി ഫുള്ള് കഴിയട്ടെ, 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വിചാരിക്കരുത്. അതേപോലെ അവൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, അവൾക്ക് എളുപ്പത്തിൽ, അതായത് മഅറൂഫ് ആയിട്ട് നാട്ടു നടപ്പനുസരിച്ചുള്ള ഒരു പൈസ കഴിക്കണം. ഓക്കെ, ഞാനൊരു 10000 രൂപക്ക് ഒരു റുപ്യന്റെ ചില്ലറ കൊടുക്കട്ടെ, അവൾക്ക് മെനക്കേടാണ് അല്ലെ അവൾക്ക്. അല്ലെങ്കിൽ ഞാൻ അവൾക്ക് ചെക്ക് കൊടുക്കണം, എത്ര വലിയ എമൗണ്ട് ആണെങ്കിൽ ഞാൻ ചെക്ക് കൊടുക്കാം, പക്ഷെ 2 കൊല്ലം കഴിഞ്ഞിട്ടേ അത് മാറാൻ പറ്റുള്ളൂ. അതൊക്കെ ഉപദ്രവമാണ്. അപ്പൊ മഅറൂഫ് ആയിട്ട് വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുക. കാരണം അള്ളാഹു നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പം എന്തായിരിക്കും ഒരു ഒരു കപ്പിൾ അല്ലെ, ഒരു ഭാര്യയും ഭർത്താവും വേറൊരാളെ മുല കുടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാനുള്ള റീസൺ? അതും അള്ളാഹ്ക്ക് അറിയാലേ, നിങ്ങളത് വെറുതെ ഒന്നും അല്ല കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യം വേണം. കാരണം അള്ളാഹ് ഇതൊക്കെ കാണുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്. അപ്പം ചിലപ്പോൾ ഉമ്മ അൺഹെൽത്തി ആയിരിക്കും അല്ലെ, ഉമ്മക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കാരണം കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇവർ മൂന്നാമതൊരാളെ കണ്ടുപിടിച്ചിട്ട് അല്ലെ, അവർ വേറൊരു ആളെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മക്ക് പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സഫീഷ്യന്റ് ആയിട്ട് ഉമ്മക്ക് പാല് ഇല്ല എന്നുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവള് ജോലിക്ക് പോലെ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പല സിറ്റുവേഷനിലും പല കാരണങ്ങളാൽ വേറൊരു സ്ഥലത്ത് നിന്ന് അതായത് വേറൊരു സ്ത്രീ പാല് കൊടുക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പൊ നമ്മൾ പറയുന്ന അറേബ്യൻ സൊസൈറ്റി, ഇന്നത്തെ കാലത്ത് അങ്ങനെ അതിനുവേണ്ടി തേടി പിടിച്ച് വേറെ ആൾക്കാർക്ക് പാല് കൊടുപ്പിക്കുന്ന ഒക്കെ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുട്ടിക്ക് ആ ഒരു സിറ്റുവേഷനിൽ വളർന്നാൽ കൂടുതൽ ഹെൽത്തി ആയിരിക്കും, ഒരുപാട് പ്രയോജനങ്ങൾ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഒരു റീസൺ, ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. അതേപോലെ ഉമ്മ വീണ്ടും പ്രഗ്നന്റ് ആവുക, അല്ലെങ്കിൽ ഒരു വലിയൊരു കുടുംബത്തിന്റെ ബാധ്യത ഉമ്മയുടെ മേലുണ്ട്, അതുകൊണ്ട് അതിന്റെ പുറമെ ഇതും കൂടെ ശാരീരികമായിട്ട് അവൾക്ക് താങ്ങാൻ പറ്റാതിരിക്കുക. ഓക്കെ, അപ്പം അതുപോലെയുള്ള പല കാരണങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയുടെ ശരീരത്തിൽ പാല് ഉൽപ്പാദിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യം. ഇപ്പം ഇന്നത്തെ കാലത്ത് അതിന് കുറെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതും ഒരു റീസൺ ആണ് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേറെ ആൾക്കാരെ പാല് കൊടുക്കാൻ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോർമുല മിൽക്ക് പോലെയുള്ളത് കൊടുക്കുകയോ ചെയ്യാം. പക്ഷെ ആ കൊടുക്കുന്ന മിൽക്കും ഹലാലായിരിക്കണം. നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യണം. അത് കുട്ടികൾക്ക് നമ്മളുടെ കപ്പാസിറ്റിക്ക് വാങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റും, അതേപോലെ കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്നത് ഏതാണെന്ന് അന്വേഷിച്ചിട്ട് അതൊക്കെ പിന്നെ അതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത്, സുബ്ഹാനല്ലാഹ്. അവരത് അതിനപ്പുറത്തേക്കും ചെയ്തെങ്കിലേ ഉള്ളൂ, സുബ്ഹാനല്ലാഹ്. അപ്പം ഹലാലാണോ എന്നുള്ളതും കൂടെ നോക്കാം ഇൻഷാ അല്ലാഹ്. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ അറിയുക, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം അതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ കുട്ടിക്ക് ഓരോ പ്രാവശ്യം പാല് കൊടുക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല അത് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുക. അൽഹംദുലില്ലാ അല്ലെ, അള്ളാഹു ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കില്ല. നമ്മൾ സ്വതക്ക പോലെയാണ് നമ്മൾ അതിനെടുക്കുന്ന എഫേർട്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല ഉറപ്പായിട്ടും പ്രതിഫലം തരുന്ന ഒരു കാര്യമാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ജെന്യൂൻ റീസൺ ഇല്ലാതെ കുട്ടിക്ക് പാല് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മെജോറിറ്റി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലും അതൊരു തെറ്റാണ്, ശിക്ഷാർഹമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള തെറ്റുകൾ വരുത്തുന്നതിനെ കൂട്ടം നമ്മുടെ കുട്ടികളെ, നമ്മുടെ വരുന്ന തലമുറയെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. പിന്നെ പാല് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ തുടക്കത്തിൽ ഭയങ്കര പ്രയാസമായിരിക്കും. കുട്ടി വലിച്ചു കുടിക്കൂല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കണം, എക്സ്ട്രാ എഫേർട്ട് ഇടണം അല്ലെ. അപ്പം അതങ്ങനെയാണ് അത് ഈസി ആവുക. അങ്ങനെ നമ്മൾ ആദ്യം എത്രത്തോളം എഫേർട്ട് ഇടുന്നു അത്രത്തോളം നമ്മുടെ ശരീരവും കുട്ടിയും അതിനോട് അഡ്ജസ്റ്റഡ് ആവും. നമ്മുടെ ശരീരം കൂടുതൽ പാല് ഉൽപ്പാദിപ്പിക്കും അല്ലെ. അത് വേറെ സ്പെഷ്യൽ കേസ് ഒന്നും അല്ലെങ്കിൽ കേട്ടോ. കാരണം ചിലപ്പം രോഗാവസ്ഥയും കാരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ എഫേർട്ട് ഇട്ടാലും നടക്കാത്ത കേസ്, ഡോക്ടേഴ്സ് പറയുന്ന കേസൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ നോർമൽ സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സപ്ലൈ ഇല്ല, പാല് പ്രൊഡക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകളും പല നാച്ചുറൽ ആയിട്ടുള്ള പല സാധനങ്ങളും ഒക്കെ കഴിക്കാനൊക്കെ പറ്റും. അതുപോലെയുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിവിന്റെ പരമാവധി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കുട്ടിക്കും അല്ലെ ഒരുപാട് പ്രയാസങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിക്മത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ശരിയായ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉമ്മാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ കൊടുക്കാതെ മാറി നിൽക്കുന്നത് തെറ്റുമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഗഫൂറാണ് അല്ലെ, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹ്ക്ക് റീസൺ അറിയുകയും ചെയ്യാം. അപ്പം വലിയൊരായത്താണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ലെ. ആദ്യം നമ്മൾ പറഞ്ഞത് ഉമ്മമാര് അത് ഏത് ടൈപ്പ് ആണെങ്കിലും അല്ലെ, എന്ത് മാരീഡ് ആണെങ്കിലും വിധവയാണെങ്കിലും തലാഖ് ചെയ്യപ്പെട്ടവരാണെങ്കിലും ഈവൻ സിനായിലുണ്ടായിരുന്ന കുട്ടിയാണെങ്കിലും അവളുടെ ബാധ്യതയിൽ പെട്ടതാണ് പാല് കൊടുക്കുക എന്നുള്ളത്. കൊടുക്കാനുള്ള മാക്സിമം സമയം എന്ന് പറയുന്നത് 2 വർഷം, 2 ചന്ദ്ര വർഷമാണ്. ഹിജ്രി കലണ്ടർ പ്രകാരമുള്ള 2 വർഷമാണ്. ഈ ഒരു സമയത്ത് കുട്ടിയുടെ വാപ്പയുടെ ഉത്തരവാദിത്വമാണ്
ഉമ്മയുടെ വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അവള് ഡിവോഴ്സ്ഡ് ആണെങ്കിൽ പോലും. ഓക്കെ, പിന്നെ ഡിവോഴ്സ്ഡ് അല്ല, ഇനി നോർമൽ ജീവിതമാണ്, ലൈക്ക് അവളെ പോയി കാണാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അവൾക്ക് എക്സ്ട്രാ കെയർ തന്നെ കൊടുക്കണം. കാരണം അവൾ ആ സമയത്ത് അത്രയും പ്രയാസങ്ങളോടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ആവശ്യവുമാണ്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പും ചെയ്യും. അവളെയും അവരുടെ കുട്ടീനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കുട്ടിയും ഉപയോഗിച്ച് ഒരു വാപ്പയും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, ഒരു ഉമ്മയും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതേപോലെ എപ്പം പാലുകുടി നിർത്തണം എന്നുള്ളത് രണ്ടുപേരും ചിന്തിച്ച് സംസാരിച്ച് രണ്ടുപേർക്കും തൃപ്തമായ ഒരു തീരുമാനം എടുത്തിട്ട് വേണം അത് നിർത്താൻ വേണ്ടിയിട്ട്. അതുപോലെ കുട്ടീനെ വേറൊരു ആൾക്കൊണ്ടും മുല കുടിപ്പിക്കുകയാണെങ്കിൽ അതിന് പേ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉപ്പാക്കുണ്ട്. പിന്നെ അത് എല്ലാ കാര്യങ്ങളും ഇതിലെല്ലാം ബിൽ മഅറൂഫ് ഉണ്ട്, മര്യാദ അനുസരിച്ച്, ആചാര മര്യാദ അനുസരിച്ച്, നാട്ടു നടപ്പനുസരിച്ച് ചെയ്യാന്നുള്ളത്. പ്ലസ് ഓർക്കുക, എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ആരുടെ കണ്ണ് പൊടിയിടാനാണ് തീരുമാനം എടുക്കുന്നതെങ്കിലും അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളത്. അള്ളാഹു വത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാനുണ്ട് ഇവിടെ, അല്ലെ, ഞാൻ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള എന്ത് നിയമം എടുക്കുമ്പോഴും എന്ത് തീരുമാനം എടുക്കുമ്പോഴും നിയമങ്ങൾ പഠിച്ചിട്ട് നമ്മളുടെ അതിന്റെ പിന്നിലുള്ള മനസ്സിലെ ഉദ്ദേശവും നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം അറിയുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജെന്യുവനായിട്ട് ചിന്തിച്ച് ജെന്യുവനായിട്ടുള്ള നിയത്തോടു കൂടി തരം തീരുമാനങ്ങൾ എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും ഉദ്ദേശിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പണ്ടത്തെ ആൾക്കാർ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ്, ഇപ്പം നമ്മുടെയൊക്കെ ജനറേഷനും അൽഹംദുലില്ലാഹ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു പ്രയാസങ്ങളൊന്നും അറിയാതെ ആണെങ്കിൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു ജനറേഷൻ ഇത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോവാണ്. അള്ളാഹു ശരിയായ ഹിക്മത്ത് എല്ലാവർക്കും കൊടുക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ അവകാശങ്ങളൊക്കെ എനിക്കുണ്ട്, സ്ത്രീക്കുണ്ട്, ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെ, ഈ കാര്യത്തിൽ അനീതി ചെയ്യപ്പെട്ട ഒരുപാട് ഉമ്മമാരുണ്ടാവും. എന്നാലും എനിക്കത് കിട്ടിയില്ലല്ലോ, എല്ലാവരും എന്നോട് ഇതാണല്ലോ ചെയ്തെന്നുള്ള ചിന്ത തികട്ടി വരുന്നവരുടെ അടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് അവിടെ വിധി കൽപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, യൗമുൽ ഖിയാമയിൽ ഈ നിയമങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ അത്രത്തോളം അനീതി നമ്മളോട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത്രത്തോളം നീതി നമുക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പാക്കും. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമുക്ക് നീതി വാങ്ങിത്തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, എത്രത്തോളം നമ്മളെ കുറിച്ച് കെയർഫുൾ ആണ് നമ്മുടെ റബ്ബ്, എത്രത്തോളം നമ്മളോട് സ്നേഹം കാണിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. അത്തരം സാഹചര്യങ്ങൾ, അത്തരം അനീതികൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ ദുനിയാവിൽ, അള്ളാഹുവിന്റെ ഖദറില്ലാതെ അതൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പൊ ആരും നിരാശപ്പെടേണ്ട, വിഷമിക്കേണ്ട. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തൗബ ചെയ്യേണ്ടിട്ട് തൗബ ചെയ്ത് മടങ്ങുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അറിവുകൾ എത്തിച്ചു കൊടുക്കുക. അതെങ്ങനെയെന്ന് അറിയാത്തവർ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വഴി എന്തായാലും കാണിച്ചു തരാം. ആമീൻ. അള്ളാഹു എളുപ്പാക്കട്ടെ എല്ലാവർക്കും. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمسلمين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.